നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ കഷ്ടിച്ച് 2 ആഴ്ചയാണ്. 15-ാം നാൾ ജനവിധി. ആവനാളിൽ ആയുധങ്ങൾ സൂക്ഷിച്ച് അത് സാവധാനം പുറത്തിറക്കാൻ സമയമില്ല. ടി വി അൻവർ എപ്പിസോഡിൽ കറക്കം പൂർത്തിയാക്കി രാഷ്ട്രീയ വിഷയങ്ങളിൽ കൊടുമ്പിരി കൊണ്ട് കത്തിക്കയറുകയാണ് ഏറനാടൻ രാഷ്ട്രീയം. മുഖ്യമന്ത്രിയുടെ വഞ്ചനാ പരാമർശം ആയുധമാക്കി മലപ്പുറത്തെ അവഹേളിക്കുന്നു എന്ന ആക്ഷേപം ഇന്നലെയും ഇന്നുമായി ആദ്യഘട്ട പ്രചാരണ നറേറ്റീവ് തീർക്കുന്നു UDF. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരാക്കി KC വേണുഗോപാൽ ചിത്രീകരിച്ചു എന്ന കൗണ്ടർ നറേറ്റീവിൽ കളം പിടിക്കുന്നു LDF. അൻവറും മോഹൻ ജോർജും ഒക്കെ പരമാവധി കളം നിറയിലാണ്. മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും UDF-നും LDF-നും ഇത് ഡൂ ഓർ ഡൈ ബാറ്റിൽ എന്നിരിക്കെ പ്രചാരണ പോക്ക് നേരായ വഴിക്കോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. പി കെ നവാസ്, കെ അനിൽകുമാർ, അഡ്വക്കേറ്റ് നോബിൾ മാത്യു എന്നിവർ ചർച്ചയിൽ ചേരുന്നു. അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അവിടുത്തെ NDA സ്ഥാനാർത്ഥി ഇവിടെ അല്പസമയത്തിനകം നമ്മൾ കുറച്ച് സമയം ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. പി കെ നവാസ്, ഇപ്പോൾ ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ, ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ നേതാവ് എണ്ണി പറഞ്ഞ പ്രസ്താവനകളൊക്കെ, അത് കഴിഞ്ഞ് വെള്ളാപ്പള്ളി പറഞ്ഞ അങ്ങേയറ്റം വിദ്വേഷം നിറഞ്ഞ വാക്കുകളാണെങ്കിലും, വിജയരാഘവൻ രാഹുൽ ഗാന്ധിയുടെ മാരക ഭൂരിപക്ഷത്തിലെ വിജയത്തെക്കുറിച്ച് പറഞ്ഞതാണെങ്കിലും, ഇനി അതിനു മുമ്പ് VS ഈ പറയുന്ന കുട്ടികൾ കോപ്പി എന്നൊക്കെ പറഞ്ഞതാണെങ്കിലും, ഇതെല്ലാം വ്യാജമാണെന്നും കള്ളമാണെന്നും കേട്ടവർക്കും പറഞ്ഞവർക്കൊക്കെ അറിയാം. അത് ചർച്ച ചെയ്താൽ കമ്മ്യൂണലാകുമെന്ന് പകൽ പോലെ വ്യക്തമാണെന്നും എല്ലാവർക്കും അറിയാം. എന്നിട്ടും അതൊക്കെ എടുത്തൊരു തെരഞ്ഞെടുപ്പിന്റെ സെൻട്രൽ സ്റ്റേജിൽ കൊണ്ടുവെക്കുന്നത് ആ ചർച്ചകളെ മലീമസമാക്കാനല്ലേ ഉപകരിക്കൂ? പി കെ നവാസ്. അല്ല, അത് ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് വർഗീയമാവുക? അത് പറയുന്നതല്ലേ വർഗീയമാകുന്നത്? അത് ചർച്ച ചെയ്യുന്നത് വർഗീയമാണ് എന്ന പരാമർശം എങ്ങനെയാണ് ആമുഖത്തിൽ തന്നെ ശ്രീ ആഷ്മി പറയുന്നത് എനിക്കറിയില്ല. ഒന്ന്, ഈ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഇടതുപക്ഷത്തിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത ആരാണ് ആഷ്മി? അത് പിണറായി വിജയൻ ആയിരുന്നില്ലല്ലോ. ഏപ്രിൽ മാസം ആദ്യ വാരത്തിൽ ഈ നിലമ്പൂരിൽ വന്നിട്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശനല്ലേ അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അദ്ദേഹം നടത്തിയ പ്രസംഗം നമ്മൾ മറന്നുപോയിട്ടില്ലല്ലോ. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ആളുകൾ വീർപ്പ് മുട്ടുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊക്കെ അതിനെതിരെ കേരളം ഒന്നാകെ അങ്ങനെ ഇല്ല, മലപ്പുറത്തെക്കുറിച്ച് അങ്ങനെ ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ രണ്ടാമത്തെ ആഴ്ച ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് സ്വീകരണം നൽകിക്കൊണ്ട് പറഞ്ഞത് ഈ കേരളത്തിന്റെ SNDP യോഗത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഗംഭീരമായ പ്രസിഡന്റാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പ് നടത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഇതേ നിലമ്പൂരിൽ വന്നിട്ട് പറഞ്ഞത് അച്ഛൻ പറഞ്ഞ വാചകങ്ങൾ പ്രസക്തമാണ്, അതിവിടെ ചർച്ചയാകും എന്ന് പറയുകയാണ്. അപ്പോൾ പറഞ്ഞു പോയതാണ് വർഗീയത, അത് ചർച്ച ചെയ്യുന്നതല്ല. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിന്റെ എല്ലാ ഭാഗവും ചർച്ച ചെയ്യപ്പെടും. ഇന്നിപ്പോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, മലപ്പുറം ജില്ലക്കെതിരെ ഒറ്റ തിരിഞ്ഞ അക്രമം നടക്കുന്നു. എന്താ അതിൽ സംശയമുണ്ടോ ശ്രീ ആഷ്മിക്ക്? കഴിഞ്ഞ ഏതാനും വർഷങ്ങളുടെ കണക്ക് മാത്രം എടുക്കാം. നമ്മൾ VS അച്യുതാനന്ദൻ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ് ഒഴിവാക്കിയേക്ക്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ? ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഗംഭീരമായി വിജയിച്ചു. മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഒരു അറപ്പും വെറുപ്പുമില്ലാതെ മാധ്യമങ്ങളെ നോക്കി പറഞ്ഞില്ലേ? തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കടന്നു പോകുന്നുണ്ടല്ലോ നമ്മുടെ ദേശീയപാത, അവിടുന്ന് അങ്ങോട്ട് സംസ്ഥാനം വിട്ടു പോകുന്നുണ്ട്. പക്ഷേ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡിന് സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു. ആ ചർച്ചകൾ, സമരങ്ങൾ നടന്നു. പക്ഷെ മലപ്പുറത്തെ സമരത്തെ നോക്കിയിട്ട് വിജയരാഘവൻ അത് വർഗീയ സമരമാണ് എന്ന് പറയുന്നത് മലപ്പുറത്ത് മാത്രം എത്തിയപ്പോൾ എന്താ അങ്ങനെ സംഭവിച്ചത്? ഗെയിൽ സമരം നമുക്കറിയാലോ, കേരളം ഒന്നാകെ നടന്ന സമരമാണ് ഗെയിൽ സമരം. പക്ഷേ കോഴിക്കോട് ജില്ലാ CPM-ന്റെ കമ്മിറ്റി മലപ്പുറത്തിന്റെ അതിർത്തി നടക്കുന്ന ഒരു സമരത്തെ നോക്കിയിട്ട് 6-ാം നൂറ്റാണ്ടിന്റെ പ്രാകൃത സമരക്കാരാണ് നടത്തുന്നത് എന്ന് പറയാൻ മലപ്പുറത്ത് എത്തുമ്പോൾ മാത്രം എന്താണ് അങ്ങനെ പറയാൻ കാരണം ഉണ്ടായത്? നോക്കൂ, ഈ പറയുന്ന വയനാട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM-ന്റെ വയനാട് ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ടല്ലേ പിന്നെ നമ്മുടെ വിജയരാഘവൻ പറഞ്ഞത് രാഹുൽ ഗാന്ധി ജയിച്ചത് മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് വാങ്ങി, പ്രിയങ്ക ഗാന്ധി ജയിച്ചത് മുൻപിലും പിറകിലും മുസ്ലിം തീവ്രവാദികളായിരുന്നു. ഇതൊക്കെ പച്ചക്ക് പറയുന്നതിന് ഒരു അറപ്പും വെറുപ്പും ഇല്ലാത്ത ആളുകൾ അതൊരു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുമ്പോൾ അപ്പോഴാണോ പ്രശ്നം ഉണ്ടാകുന്നത്? ഇത് മാത്രമല്ലല്ലോ, നമുക്ക് ഏറ്റവും അവസാനം നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് CPM-ന്റെ പ്രതിനിധി അനിൽകുമാർ ഉണ്ടല്ലോ, ഞാനിപ്പോൾ KT ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആഷ്മിക്ക് അയച്ചു തരാം. മലപ്പുറം ജില്ലയിൽ വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ചില്ലേ, മലപ്പുറത്തെ പെൺകുട്ടികൾ തലയിൽ തട്ടം വേണ്ട എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ മാറ്റമാണ് എന്ന് ഈ അനിൽകുമാർ പ്രസംഗിച്ചില്ലേ? മലപ്പുറം ജില്ലയിൽ തന്നെ KT ജില്ലനെതിരെ മലപ്പുറത്താണോന്ന് അറിയില്ല. ഈ പറയുന്ന എന്താണ് മറ്റേ രവിചന്ദ്രന്റെ ആ പരിപാടിയിൽ എന്താണ് ഈ പറയുന്ന എന്താണ് നിരീശ്വരവാദികളുടെ ആ പരിപാടിയിൽ പോയി ശ്രീ കെ അനിൽകുമാർ എല്ലാവരെയും കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞോ? കുറിച്ചാണ് പരാമർശം നടത്തിയത്? ഇല്ലല്ല, എല്ലാവരെയും പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമാണ്. മാത്രമല്ല അത് പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ശ്രീ കെ അനിൽകുമാർ മറുപടി പറഞ്ഞിട്ട് അതിന് ഞാൻ ആ പ്രസംഗം മൊത്തം കേട്ട ആളാണ്. ശ്രീ കെ അനിൽകുമാർ എല്ലാവരെയും പറഞ്ഞ കൂട്ടത്തിൽ മാത്രം പറഞ്ഞ ഒന്നാണത്. അത് സതുദ്ദേശപരമായി പറഞ്ഞതാണെന്നാണ് എൻ്റെ മനസ്സിലാക്കൽ. ശ്രീ
അങ്ങനെയാണെങ്കിൽ ശ്രീ പി കെ നവാസ്. അല്ല, അങ്ങനെയാണെങ്കിൽ ശ്രീ ആഷ്മി കെ ടി ജലീലിന് തെറ്റുപറ്റിയതാവും എനിക്ക് തോന്നുന്നു. കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ കെ ടി ജലീലിന് തെറ്റുപറ്റിപ്പോയതാവും. അനിൽകുമാർ പറയട്ടെ അദ്ദേഹം മലപ്പുറം ജില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. അതിന്റെ വീഡിയോ ഞാൻ 2 മിനിറ്റ് കൊണ്ട് ഈ അദ്ദേഹം വിമർശിക്കുകയാണെങ്കിൽ ഈ ചർച്ച കഴിയുമ്പോൾ തന്നെ ഞാൻ ശ്രീ ആഷ്മിക്ക് അതിന്റെ വീഡിയോ തരാം. അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ അന്ന് വന്നതാണല്ലോ. ഇനി അത് മാത്രമല്ലല്ലോ, ഏറ്റവും അവസാനം മലപ്പുറം ജില്ലയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ പരാമർശം ഉണ്ടായില്ലേ? മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ശ്രീ ആഷ്മി മലപ്പുറം ജില്ലയിൽ വലിയ രൂപത്തിലേക്കുള്ള കേസുകൾ എടുക്കുന്നു സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ എന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നു, ഇവിടെ സ്വർണം പൊട്ടിക്കൽ ഉണ്ടാക്കുന്നു, പോലീസ് തന്നെ നേരിട്ട് ഹവാല ഇടപാടുകൾ നടത്തുന്നു എന്ന വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കൊണ്ട് പത്രസമ്മേളനം നടത്തുന്നത്. ആദ്യം ഹിന്ദു ദിനപത്രം വരെയല്ല, സെപ്റ്റംബർ മാസം 24 തീയതി കേരളത്തിൽ പത്രസമ്മേളനം നടത്തി. അദ്ദേഹം അന്നേരം മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ പറയുന്ന പോലെ 150 കിലോയുടെ സ്വർണവും 123 കോടി രൂപയുടെ ഹവാല പണവും പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് നാക്കുപിഴ സംഭവിച്ചതാണ് എന്ന്. പിന്നീട് ഹിന്ദു ദിനപത്രത്തിന് അഭിമുഖം കൊടുത്ത് അദ്ദേഹം പറഞ്ഞ വാചകം വളരെ ഗൗരവമല്ലേ? വെൻ അവർ ഗവൺമെന്റ് ആക്ട് അഗൈൻസ്റ്റ് ദി മുസ്ലിം എക്സ്ട്രീമിസ്റ്റ് എലമെന്റ്സ്, this force try to protect that we are acting against the Muslims. For example, 150 kg of gold and hawala money worth 123 crore were seized by the police in the last 5 years. എന്ന് വെച്ചാൽ കഴിഞ്ഞ 5 വർഷം ഞങ്ങൾ എപ്പോഴാണോ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെ പ്രവർത്തിക്കുന്നത് ആ സമയത്ത് ഞങ്ങൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ കണക്കുകളൊക്കെ അദ്ദേഹം ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ഇതൊക്കെ മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളെ പിടിക്കാൻ സമയത്ത് അവരുണ്ടാക്കുന്ന പ്രതിരോധങ്ങളാണ്. ഈ പണം ഈ എക്സ്ട്രീമിസ്റ്റുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ മലപ്പുറത്ത് എന്തോ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നു എന്നല്ലേ അതിനാകെ തുകയെ പുറത്തു വന്നത്? അന്ന് രാജ്യത്ത് മുഴുവൻ ഇന്ത്യയിലെ BJP നേതാക്കന്മാർ പ്രതികരണം നടത്തിയത് ഹിന്ദുവിലെ മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനത്തിലെയും ഈ പ്രതികരണത്തിന്റെയും ഭാഗമായിട്ടല്ലേ? അപ്പോൾ എന്നിട്ട് അതൊന്ന് തിരുത്തണമെന്ന് പറഞ്ഞപ്പോ അതിന് പോലും ഇവർ തയ്യാറായില്ലല്ലോ. ഇവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടില്ല, അതൊരു PR ഏജൻസി കൊടുത്തതാണ്, കെയ്സർ എന്ന് പറയുന്ന ഒരു PR ഏജൻസി കൊടുത്തതാണ് എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു അങ്ങനെ കെയ്സറിനെതിരെ ഒരു കേസ് പറയാം. മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജമായ ഒരു വാർത്ത കൊടുത്തിട്ടുള്ള കെയ്സറിനെതിരെ പരാതി കൊടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? മുഖ്യമന്ത്രി തയ്യാറല്ല. ഇപ്പോഴും അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കല്ലേ? രാജ്യം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തിനകത്തൊരു ജില്ലയെ കുറിച്ച് വളരെ കൃത്യമായൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അത് തെറ്റായി വന്നതാണെങ്കിൽ അത് തെറ്റായി വന്നതാണ് എന്ന് പറയുകയും അതിനെതിരെ കേസ് കൊടുക്കുകയും വേണ്ടേ? അത് ചെയ്തില്ല. ഇന്നും നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യക്കകത്ത് ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഏതെങ്കിലും അജണ്ടകൾ തേടി നടക്കുമ്പോൾ അതിന് ഇത് വെച്ചു കൊടുക്കുകയാണ്. അത് അപകടകരമാണ്. തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ രാഷ്ട്രീയമായ ചർച്ചകളാണ്, അത് വർഗീയമായി കാണേണ്ടതില്ല. അത് പറഞ്ഞവരാണ് വർഗീയമായി പറഞ്ഞവർ. ശരി, ശ്രീ കെ അനിൽകുമാർ, ഇപ്പോ ആ ചർച്ചയുടെ അന്തിമ ഗുണഫലം എന്താണ്, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്താണെന്നതിൽ അവ്യക്തതയുണ്ടെങ്കിലും ഈ വിഷയങ്ങളൊക്കെ ചർച്ചയിലേക്ക് വരും. ശ്രീ കെ അനിൽകുമാർ, ഇപ്പോൾ പി കെ നവാസ് അവസാനിപ്പിച്ച അഭിമുഖം, മുഖ്യമന്ത്രിയുടെ ഹിന്ദു അഭിമുഖത്തിൽ ഇപ്പോഴും അണ്ണാൻസൈഡ് ചോദ്യങ്ങൾ ബാക്കിയാണ്. ഒരു നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിൽ പരമമായ വർഗീയ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പേരിൽ ദ ഹിന്ദു പോലൊരു പത്രത്തിന് കൊടുത്ത കീസൺ PR ഏജൻസിയുടെ ലക്ഷ്യം എന്തായിരുന്നു അറിയില്ല. അതേ കുറിപ്പ് ദേശീയ മാധ്യമങ്ങൾക്ക് ടൂൾ കിറ്റായി കൊടുത്ത് രാജ്യത്തിന് മുന്നിൽ ഒരു ജില്ലയെ ഇത്തരത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള വർഗീയ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു എന്നറിയില്ല. എന്തുകൊണ്ടാണ് ആ മര്യാദകേട് കാട്ടിയ PR ഏജൻസിക്കെതിരെ ഒരു പരാതി നടപടി ഉണ്ടായില്ല എന്ന് ആർക്കും അറിയില്ല. ശ്രീ കെ അനിൽകുമാർ, ചോദ്യങ്ങൾ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ആ വിഷയങ്ങൾ പിന്നെ റീസർഫസ് ചെയ്യില്ലേ? അല്ല, മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ചില ആളുകൾ വികാരം കൊള്ളുന്നത് മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക മതവിഭാഗം മറ്റ് മതവിഭാഗങ്ങളെക്കാൾ മേൽക്കൈയോടുകൂടി ഭൂരിപക്ഷമുള്ളൊരു മതവിഭാഗമാണ്. അങ്ങനൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന തരത്തിലൊരു ജില്ല തന്നെ ഉണ്ടാകാൻ പാടില്ല എന്ന വാദം ഇവിടെ ഉയർന്നിരുന്നു. അതുകൊണ്ട് മലപ്പുറം ജില്ലയെ അതിൻ്റെ ജന്മത്തിൽ തന്നെ വേര് പിഴുതെടുക്കാൻ, ആ ജില്ല ഉണ്ടാകുന്നത് തടയാൻ ആരാണ് മലപ്പുറം ജില്ലയ്ക്കെതിരായി ചരിത്രപരമായി സമരം നയിച്ചത്, അതിനുവേണ്ടി നിരാഹാരം കിടന്നത്? മലപ്പുറം ജില്ലയെ മാപ്പിളസ്ഥാൻ എന്ന് വിളിച്ച് RSSകാർ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ അതിന് സഹായകരമായി നിരാഹാര സത്യാഗ്രഹങ്ങൾ നടന്ന ഒരാളുടെ പേര് പറയാമോ? ഒരു DCC സെക്രട്ടറി ആയിരുന്ന നേതാവിൻ്റെ പേര് പറയാമോ? അപ്പോൾ ആ പേര് പറയുമ്പോൾ നമ്മൾ പേരെത്തുന്നത് ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിയുടെ അഭിവന്ദ്യ പിതാവിലേക്കാണ്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരാദ്യം മലപ്പുറം എന്ന് പറയുന്ന ജില്ല പിറക്കാതിരിക്കാൻ, ഈ ജില്ല നിർമ്മിക്കപ്പെട്ടാൽ അത് മാപ്പിളസ്ഥാനാണ് എന്ന RSSന്റെ വാദത്തിന് കൂട്ടുനിൽക്കുന്ന അരസംഖ്യകളായിരുന്നു ചരിത്രത്തിൽ. അത് വർത്തമാനകാലത്തും ഇവിടുത്തെ കോൺഗ്രസ് അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനെതിരായ പോരാട്ടത്തിലൂടെ ഈ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയ്ക്ക് ഇന്നത്തെ നില രൂപീകരിക്കുന്നതിലേക്ക് വികസിപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രപരമായ പങ്കുണ്ട്. ഈ മലപ്പുറം ജില്ലയുടെ എല്ലാ വികസനത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രപരമായ പങ്കുണ്ട് എന്ന് ആർക്കാണ് മനസ്സിലാവാത്തത്? സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നയനാർ സർക്കാർ
അത് നടപ്പാക്കാൻ തെരഞ്ഞെടുത്ത ജില്ലയും അത് അന്ന് പ്രഖ്യാപിച്ച ഐഷയും ഏത് വിഭാഗത്തിൽപ്പെട്ടവർ എവിടെയുള്ളവരായിരുന്നു? ഈ മലപ്പുറത്തിൻ്റെ പിന്നോക്കാവസ്ഥയെ മാറ്റിത്തീർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ പോരാട്ടത്തിൻ്റെ ചരിത്രപരതയെ മറന്നുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമോ? പിന്നെ ചില ആളുകൾ പറയുന്നത് ഞങ്ങൾക്ക് വികാരം അങ്ങനെ കൊണ്ടു. മലപ്പുറം ജില്ലയിൽ പിടിക്കുന്ന കള്ളസ്വർണത്തിൻ്റെ, കള്ളപ്പണത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ കണക്ക് പറഞ്ഞാൽ ഞങ്ങളുടെ മതം അപകടത്തിലാകും. എനിക്കിത് മനസ്സിലായില്ല. മലപ്പുറം ജില്ലയിൽ ഈ വിമാനത്താവളത്തിൽ പിടിക്കുന്ന കള്ളസ്വർണം പിടിക്കുമ്പോൾ അതിൻ്റെ പ്രതികൾ മുഴുവൻ മലപ്പുറം ജില്ലക്കാരാണോ? ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി പറയൂ. ഈ വിമാനത്താവളത്തിൽ പിടിക്കുന്ന സ്വർണമെന്ന് പറയുന്ന മുഴുവൻ മലപ്പുറം ജില്ലക്കാരുടെ ആണോ പ്രതികൾ? ഏതൊക്കെയോ ജില്ലയിലെ പ്രതികൾ വന്ന അവിടെ കള്ളസ്വർണം നടക്കുന്നത് അതെല്ലാം ഒരു പ്രത്യേക മതക്കാരാണോ? മുസ്ലിം ലീഗ് പറയണത് മലപ്പുറം ജില്ലയിൽ ആര് സ്വർണം പിടിച്ചാലും അത് മുസ്ലിം ആയിരിക്കും. മലപ്പുറം ജില്ലയുടെ കണക്ക് പറഞ്ഞാൽ മറ്റു ജില്ലക്കാരും വന്ന് ഇവിടെ പിടിച്ചു നടത്തിയാൽ നിങ്ങൾ പിടിക്കരുത്, ഞങ്ങളുടെ ജില്ലയിലെ മതത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. ഞങ്ങൾ പറയാത്ത കാര്യം പറയലാണ്. കള്ളം പറഞ്ഞു പോകാൻ അനുവദിക്കല്ലേ? ഞങ്ങൾ പറയാത്ത പ്രസ്താവന ഞങ്ങളെ വായിൽ കുത്തി നടക്കല്ലേ? അല്ല, നിങ്ങളുടെ പ്രശ്നം എന്താണ്? മലപ്പുറത്ത് വിമാനത്താവളത്തിൽ സ്വർണം പിടിച്ചാൽ മലപ്പുറത്തുകാർക്ക് എന്താ കുഴപ്പം? ആ വിമാനത്താവളം മലപ്പുറത്തായെന്നുള്ളതല്ലാതെ പിടിക്കുന്ന പ്രതികൾ മുഴുവൻ മലപ്പുറംകാരാണോ? മലപ്പുറത്ത് കള്ളസ്വർണം പിടിക്കുന്ന പ്രതിയെല്ലാം മലപ്പുറത്തുകാരാണോ? മുഴുവൻ മലപ്പുറംകാരാണോ? എത്രയോ ജില്ലയിൽപ്പെട്ടവരാ മലപ്പുറത്ത് വരുന്നത്. കേസെടുക്കുമ്പോൾ ഈ ജില്ലയ്ക്കകത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ കേസെടുത്ത ഉടനെ മലപ്പുറം ജില്ലയുടെ മതപരമായ വികാരം അങ്ങോട്ട് ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന് പറഞ്ഞപ്പോൾ ഇളകാത്ത വികാരമാണോ നിങ്ങളുടെ വികാരം? മനസ്സിലായിട്ടില്ലേ? RSSന് അനുകൂലമായിട്ട് ഇന്ത്യ രാജ്യ ചരിത്രത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒറ്റ പാർട്ടി RSSന് അനുകൂലമായി കേരള നിയമസഭയിൽ വിഷനാവ് കൊണ്ട് KM ഷാജി എന്ന് പറയുന്ന നിങ്ങളുടെ MLA ഉന്നയിച്ച ആരോപണം എന്താ? ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി. അഭിമാനമാണോ? ഒന്നുകൂടെ പറ. മലപ്പുറത്ത് നാളെ നിലമ്പൂരിൽ ഞാൻ വരാം, പ്രസ് ക്ലബ്ബിൽ വരാം, ഏതോ ഒരു ചർച്ചയ്ക്ക് ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞല്ലോ. KM ഷാജിയെ കൂടെ കൊണ്ടുപോവാ. KM ഷാജിയെ കൂടെ കൊണ്ടുപോകാൻ ഞാൻ വെല്ലുവിളിക്കുന്നു മിസ്റ്റർ നവാസ്. ഈ നിങ്ങൾ നിയമസഭയിൽ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന RSSന്റെ ആശയം KM ഷാജി ഉന്നയിച്ചതിന് മാപ്പ് പറയുമോ? ഈ മലപ്പുറത്ത് വികാരം കൊള്ളാനിരിക്കുന്ന ആളുകൾ ഉണ്ട്. വികാരമൊക്കെ സെലക്റ്റീവാണ്, കൈവച്ചാൽ മതി. ഞങ്ങളൊക്കെ ഇത് നല്ല ധാരണയുള്ളവരാണ്, മനുഷ്യനോടൊപ്പം നിൽക്കുന്നവരാണ്. തീർന്നില്ല, തീർന്നില്ല. എനിക്ക് പറയാനുണ്ട്. കുറെ കാര്യം പറഞ്ഞു, പറഞ്ഞില്ലേ? ഞങ്ങൾക്കെതിരെ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ എൻകൗണ്ടറിൽ ആര്യാട ഷൗക്കത്തുണ്ടായിരുന്നു, M സ്വരാജ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു 5 മിനിറ്റത്തേക്ക് നമ്മുടെ ഇന്ത്യ സ്ഥാനാർത്ഥി ഉണ്ട് എന്ന് പറഞ്ഞാൽ അവസരങ്ങളുടെ തുല്യത അവിടെ ഉള്ളതുകൊണ്ടാണ്. ശ്രീ മോഹൻ ജോർജ്, ഏത് രീതിയിൽ പോകുന്നു പ്രചരണം? നല്ല ഗംഭീരമായി പോകുന്നുണ്ടോ? വളരെ നല്ല രീതിയിൽ പോകുന്നു. എന്താണ് വോട്ട് തേടി ഇറങ്ങുമ്പോഴുള്ള നിലമ്പൂരുകാരുടെ ഒരു പ്രതികരണം? സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ടോ? വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിക്കുന്നുണ്ടോ താങ്കളെ? തീർച്ചയായിട്ടും. നിലമ്പൂർ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പാനലിലുള്ളതിൽ താങ്കൾ മാത്രമാവണം ഒരുപക്ഷെ മലപ്പുറം സ്വദേശി. താങ്കൾ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ആളാണ്. 47 വർഷം ആ മേഖലയിൽ മലപ്പുറത്തും നിലമ്പൂരിലുമൊക്കെയായി ഈ പറയുന്ന എന്താണ് വളരെ സജീവമായ KSCയിൽ, KYFൽ, കേരള കോൺഗ്രസ് ബിയിൽ ജില്ലാ പ്രസിഡന്റായി, ചീഫ് സെക്രട്ടറിയായി, സ്റ്റേറ്റ് സെക്രട്ടറിയായി ഒക്കെ, പിന്നെ മാർത്തോമ സഭാ കൗൺസിൽ അംഗമായി, മാർത്തോമ കോളേജ് കൗൺസിൽ മെമ്പറായി, ചുങ്കത്തറ മാർത്തോമ ചർച്ചിൻ്റെ വൈസ് പ്രസിഡന്റായൊക്കെ ദീർഘനാളായി ആ മേഖലയിൽ താങ്കൾ പ്രവർത്തിക്കുന്ന ആളാണ്. ആ ജില്ലയെപ്പറ്റി അങ്ങയുടെ ഒരഭിപ്രായം എന്താണ് ശ്രീ മോഹൻ ജോർജ്? മലപ്പുറം ജില്ല ഒരു മതേതരത്വ ജില്ലയല്ലേ? ഇവിടെ എല്ലാവർക്കും തുല്യ അവസരമുള്ള ജില്ലയല്ലേ? പ്രത്യേകിച്ച് നിലമ്പൂർ. മലപ്പുറത്തിൻ്റെ ചില ഭാഗങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷം ഉണ്ടെങ്കിലും നിലമ്പൂർ എല്ലാവരും തുല്യമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഇവിടെ എല്ലാ സമുദായങ്ങൾക്കും അതിൻ്റേതായ പ്രാതിനിധ്യമുണ്ട്, അതിൻ്റേതായ വോട്ട് ഉണ്ട്. അതാണ് ഞാൻ കരുതുന്നത്. അതേ ചന്തക്കുന്നിൽ വന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അവിടെ എന്തോ ശ്വാസം മുട്ടാണെന്നോ അവിടെ വരുന്നവർക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണെന്നോ ഒക്കെ പറഞ്ഞ് താങ്കൾ കേട്ടിരുന്നോ? ഒരു മലപ്പുറംകാരൻ എന്നുള്ള നിലയ്ക്ക് അത് ശരിയാണോ ശ്രീ മോഹൻ ജോർജ്? ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ എന്താണ് മലപ്പുറം ജില്ലയിൽ വരുന്നവർക്ക് അവിടെ എന്താണ് മറ്റാൾക്കാർക്ക് ശ്വാസം മുട്ടുണ്ട്, അവിടെ ഏതോ ഒരു വിഭാഗത്തിൻ്റെ ഒരു സംസ്ഥാനമാണ്, ഒരു രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ ശ്രീ മോഹൻ ജോർജ്? നിലമ്പൂരിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല.
നിലമ്പൂർ എല്ലാവരും യോജിച്ച് പോകുന്ന ഒരു പ്രദേശമാണ്. അല്ല, ഞാൻ പറഞ്ഞത് താങ്കളുടെ ജന്മസ്ഥലം, ജന്മജില്ല മലപ്പുറമാണല്ലോ. ഇപ്പോൾ പുറത്ത് മലപ്പുറത്തെ പറ്റി ഓരോരുത്തർ എന്തൊക്കെയോ പറയുന്നതിലൊക്കെ വല്ല കഥയുണ്ടോ ശ്രീ മോഹൻ ജോർജ്? അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്നിനി എങ്ങോട്ടേക്കാണ്? കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. ഞാനിപ്പോൾ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങളുടെ പ്രവർത്തകരെയും കീ വോട്ടേഴ്സിനെയും കാണുകയാണ്. അതാണ് ഇവിടുത്തെ റേഞ്ചിൻ്റെ പ്രശ്നം. ഈ മേഖല അവികസിതമാണ്. ഇടത് വലത് മുന്നണികളുടെ MLA-മാർ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ പ്രവർത്തിച്ചിട്ട് അല്ല, വികസന പ്രശ്നങ്ങളുണ്ട്. ഞാൻ പലയാവർത്തി മലപ്പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ വാർത്ത എനിക്ക് അങ്ങനെ ഒരു പരിചയമുള്ള സ്ഥലമല്ല മലപ്പുറം ജില്ല. ഞാൻ പലയാവർത്തി വാർത്താപരമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, നല്ല ഈ ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതകളില്ലാതെ ചേർന്ന് ജീവിക്കുന്ന സ്നേഹമുള്ള മനുഷ്യരാണ്. നിലമ്പൂരൊക്കെ അസാധ്യ നല്ല ഗംഭീരമായ ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചേട്ടാ എന്തോ പുള്ളിയുടെ പേര്, ഒരു മോഹനൻ ചേട്ടൻ്റെ ഒരു കടയുണ്ട് അവിടെ അലീക്ക എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കടകളാണെങ്കിലും അസാധ്യമായ ഫുഡ് കിട്ടുന്ന, ഗംഭീര ഫുഡ് കിട്ടുന്ന, ടേസ്റ്റുള്ള എന്നാൽ അത്ര വിലയില്ലാത്ത നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലമാണ്. ഒരു സ്നേഹത്തിൻ്റെ ജില്ലയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. അങ്ങനെയല്ലേ മോഹൻ ജോർജ്? നിലമ്പൂർ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. നിലമ്പൂരാണല്ലോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. നിലമ്പൂർ തീർച്ചയായിട്ടും അങ്ങനെയാണ്. പൊതുവെ എങ്ങനെയാണ്? പൊതുവെ അങ്ങനെ അല്ലാത്ത പ്രശ്നമുണ്ടോ അവിടെ? അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ ശ്രീ മോഹൻ ജോർജ് താങ്ക് യു. അപ്പോൾ താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ താങ്കളുടെ പ്രവർത്തനം മുന്നോട്ട് പോകും. താങ്ക് യു. ഓക്കെ. താങ്കൾ നല്ല തിരക്കിലാണ്, ഇടയ്ക്ക് അല്പസമയം വന്നിരുന്നതാണ്. അപ്പോൾ ശ്രീ നോബിൾ അല്ലെ ശ്രീ കേൾക്കുമാറിലൊക്കെ ഞാൻ എൻ്റെ ബാക്കി കേൾത്താം. അതിനു മുമ്പ് ഇടയ്ക്ക് നോബിൾ മാത്യു, അവിടുത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥി കേട്ടോ പറയുന്നത്, മലപ്പുറംകാരനാണ് പറയുന്നത്. മലപ്പുറത്തെ ആ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന 40-47 വർഷം മലപ്പുറത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ നിലമ്പൂരിലാണോ MDHSS-ലെ ഒരു മുൻ റിട്ടയർഡ് പ്രിൻസിപ്പളാണ് പറയുന്നത്. ഇതരജാതി മനുഷ്യർ സ്നേഹത്തോടെ യാതൊരു ഭിന്നചിന്തകളില്ലാതെ ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നോക്കി, അവിടുത്തെ നാട്ടുകാർ നിങ്ങളുടെ സ്ഥാനാർത്ഥിനെ തള്ളിക്കളയാ. അത് ഇപ്പൊ ഈ ഞാൻ പറഞ്ഞു തുടങ്ങിക്കോട്ടെ. പറഞ്ഞോ. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയത ഇടതുപക്ഷവും വലതുപക്ഷവും പറയുന്നു. മോഹൻ ജോർജ് BJP-യുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ ജനിച്ചു വളർന്ന ആളാണ്. അദ്ദേഹത്തിന് അവിടുത്തെ സാഹചര്യത്തിൽ കേരളം എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ക്ഷേത്രത്തിലെ ശംഖുനാദവും മുസ്ലിം പള്ളികളിലെ ബാങ്ക് വിളികളും ക്രൈസ്തവ ദേവാലയങ്ങളിലെ മണിനാദവും ഒരേ സമയം മുഴുങ്ങിക്കേൾക്കുന്ന നാടാണ് കേരളം. അവിടെ ഈ വർഗീയതയുടെ വിഷം കുത്തിവെക്കാൻ കോൺഗ്രസും CPM-ഉം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലല്ല, കോൺഗ്രസ് CPM ശ്രമിച്ചത് ഇല്ല. കോൺഗ്രസ് CPM ഒന്നുമല്ല ശ്രമിച്ചത്. ഇല്ല, കോൺഗ്രസ് CPM രണ്ടാമതേ വരുന്നുള്ളൂ. ഒറ്റ മിനിറ്റ്. അങ്ങയുടെ സ്ഥാനാർത്ഥി തള്ളിക്കളഞ്ഞൊരു പ്രസ്താവന ഉണ്ടല്ലോ. അങ്ങയുടെ സ്ഥാനാർത്ഥി BJP-യുടെ സ്ഥാനാർത്ഥി തള്ളിക്കളഞ്ഞൊരു പ്രസ്താവനയുണ്ട്. ആ പ്രസ്താവന വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയാണ്. അത് ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാവോ? BJP-യുടെ അതൊരിക്കൽ കൂടി കേൾപ്പിക്കണം. അത് എത്രത്തോളം വ്യാജമാണെന്ന് ആ നാട്ടുകാരൻ തന്നെ തള്ളി പറയുമ്പോൾ ഒന്ന് കേൾപ്പിക്കണ്ടേ? ഒന്ന് പറയാൻ പറ്റുമോ? സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. ഞാൻ അങ്ങനെ എത്താം. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും ഒന്നുകൂടെ കാണിക്കാനുള്ള കാരണം എന്താ അറിയോ? ഇത് ഒന്നാം തരം വ്യാജമാണെന്നും ഒന്നാം തരം കള്ളമാണെന്നും സാക്ഷ്യപ്പെടുത്തുന്നത് അങ്ങയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. മലപ്പുറത്ത് ജനിച്ചു വളർന്ന എല്ലാ മനുഷ്യരുമാണ്. അപ്പൊ അതിനകത്ത് ഇനി ഏതെങ്കിലും അത് കൺഫ്യൂഷൻ വേണ്ട. ഇന്നലെ ഈ ചർച്ചയിൽ VV രാജേഷ് വന്നിരുന്ന് വെള്ളാപ്പള്ളി പറഞ്ഞൊക്കെ ശരിയാണെന്നും അത് BJP ലൈനാണെന്നും എന്താണ് വ്യാജമെന്ന് പകൽപോൾ തെളിഞ്ഞിട്ടും നോമ്പുകാലത്ത് പച്ചവെള്ളം കിട്ടില്ലെന്ന പച്ചക്കള്ളവും തുഞ്ചൻ പ്രതിമ അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന സകല കാര്യങ്ങൾ ഇന്നലെ VV രാജേഷ് എന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആ മണ്ണിൽ ജനിച്ചു വളർന്ന സ്ഥാനാർത്ഥി പറയുന്നത് നല്ല സുന്ദരമായ സ്ഥലമാണെന്നാണ് പറയുന്നത്. സംശയമുണ്ടോ അതിൽ? ഇല്ല, ഞാനും ആ മണ്ണിൽ അതുപോലെ തന്നെ പോയിട്ടുള്ള എനിക്കറിയാം. ആ മണ്ണും ഒക്കെ എനിക്കറിയാം. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അത് വളച്ചു ചൊട്ടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയതയാക്കാൻ ഉള്ള ശ്രമമാണ് നടക്കുന്നത്. മലപ്പുറത്ത് വർഗീയ സംഘർഷമുള്ള ഏരിയയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ ജി പറഞ്ഞു. മലപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടിരിക്കുന്ന ചില കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നേരത്തെ അച്യുതാനന്ദൻ പറഞ്ഞതും അതിനു മുമ്പ് EMS പറഞ്ഞിരുന്നതും ഒക്കെ, അതിനു മുമ്പ് ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരുന്ന കാര്യമൊക്കെ തന്നെയാണ് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ജി പറഞ്ഞത്. അതിൻ്റെ അകത്തുകൊണ്ട് നിങ്ങൾ പറയുന്ന ഒരു വർഗീയ
കൊലപാതകങ്ങളോ വർഗീയ സംഘടനകളോ ഒന്നും അവിടെ നടക്കുന്നില്ല. ആ കാര്യമാണ് ബഹുമാനപ്പെട്ട മോഹൻ ജോർജ് ഇവിടെ സൂചിപ്പിച്ചത്. അങ്ങനല്ല, അതല്ല സൂചിപ്പിച്ചത്. ഒരു സെന്റൻസ് അതല്ല സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക മനുഷ്യന്മാരുടെ സംസ്ഥാനമാണെന്നോ, ആർക്കെങ്കിലും ശ്വാസം മുട്ടുണ്ടാവുമെന്നോ, ഏതെങ്കിലും പ്രശ്നമുണ്ടെന്നോ, മറ്റാൾക്കാർക്ക് എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യ പ്രശ്നം ഉണ്ടെന്നോ ഒക്കെ ചോദ്യത്തിന് അങ്ങനെ ആരും പറഞ്ഞ തെറ്റാണെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നമ്മളെക്കാൾ ഇപ്പോൾ അങ്ങ് മലപ്പുറം, എനിക്ക് ശ്രീ പി കെ നവാസ് മലപ്പുറം സ്വദേശിയാണെന്ന് എനിക്കറിയില്ല, അനിൽകുമാറിന് എനിക്കറിയാം. അല്ല, അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ സംസാരിച്ചത് മലപ്പുറം സ്വദേശി ഒറ്റ ആളേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ പേര്, അങ്ങയുടെ സ്ഥാനത്തിന്റെ പേരാണ് മോഹൻ ജോർജ്. 47 വർഷമായി അവിടെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിനേക്കാൾ നന്നായിട്ട് നമുക്ക് ആർക്കും അറിയില്ല, വെള്ളാപ്പള്ളിക്കും അറിയില്ല. അദ്ദേഹം പറയാണ് സുന്ദരമായ സ്ഥലം എന്ന് പറയാണ്. അതിൽ ഇപ്പോൾ സർട്ടിഫിക്കറ്റ് വേണോ ആ നാടിന്? അല്ല, സുന്ദരമായ സ്ഥലമാണ് അല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? മലപ്പുറം സുന്ദരമായ സ്ഥലമല്ല എന്ന് ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു? ഇല്ല. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ഓരോ ചോദ്യം വെള്ളാപ്പള്ളി പറഞ്ഞു അത് വേറെ ഏതോ രാജ്യമാണെന്നും വേറെ ആർക്കാണ്ട രാജ്യമാണെന്നൊക്കെയല്ലേ വെള്ളാപ്പള്ളി പറഞ്ഞു. സ്പിരിറ്റ് വേണം എടുക്കാൻ. അല്ല, അദ്ദേഹം പറഞ്ഞതിന്റെ സ്പിരിറ്റ് വേണം എടുക്കാൻ. വെള്ളാപ്പള്ളി നടേശൻജി പറഞ്ഞതും അതുപോലെ മോഹൻ ജോർജ് പറഞ്ഞതിന്റെ സ്പിരിറ്റ് എടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ മൊത്തം മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് കെട്ടാനുള്ള ശ്രമമാണ് നിങ്ങളുടെ ഈ ചർച്ച നടക്കുന്നത്. അതല്ല സംഭവം. ഇവിടെ അനിൽകുമാർ പറഞ്ഞു RSS പറഞ്ഞിരുന്നു. RSS അങ്ങനെ കേരള നിയമസഭയിൽ RSS കാരുണ്ടോ? KM ഷാജി പിന്താങ്ങി എന്ന് പറഞ്ഞു. ഇത് ഇടതുപക്ഷവും വലതുപക്ഷവും കൂടി അവിടുത്തെ നല്ലതവരായ മുസ്ലിങ്ങളുടെ വോട്ട് കെട്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നരേറ്റീവാണ്. അത് ഞങ്ങൾക്ക് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അതല്ല വിഷയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറത്തെ അവിടെ ഒരു മലയോര മേഖലയാണ്. അവിടെ വർഷങ്ങളായിട്ട് കുടിയേറിപ്പാത്ത് മലമ്പാമ്പിനോടും മലമ്പനിയോടും ഏറ്റുമുട്ടി മണ്ണിൽ പൊന്നു വിളയിച്ച കർഷക ജനതയുണ്ട്. ആ കർഷക ജനത അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അത് ചർച്ചാ വിഷയമാണ് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ചർച്ചാ വിഷയമാകാതെ ഒരാൾ പറഞ്ഞ ഒരു വാക്കിന്റെ ഒരു ഭാഗം എടുത്തോണ്ട് മറ്റൊരാൾ പറഞ്ഞ ഒരു വാക്കിന്റെ മറ്റൊരു ഭാഗം എടുത്തോണ്ട് അങ്ങനെ മൊത്തം ജനറലൈസ് ചെയ്യാൻ ഞാൻ ജനറലൈസ് ചെയ്തതല്ല. ഇപ്പൊ തുഷാർ വെള്ളാപ്പള്ളി നിങ്ങളുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ BDJS. തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത് ഈ പറഞ്ഞ വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്നും അത് ചർച്ചയാവുമെന്നും പറഞ്ഞു. അങ്ങയുടെ പാർട്ടിയുടെ കൃഷ്ണദാസ് പറഞ്ഞ എന്താണ്? വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്നും ചർച്ചയാവുമെന്ന് പറഞ്ഞു. ഇന്നലെ താങ്കളുടെ സ്ഥാനത്ത് ഇരുന്ന VV രാജേഷ് പറഞ്ഞു വെള്ളാപ്പള്ളി പറഞ്ഞത് സത്യമാണെന്നും ചർച്ചയാവുമെന്ന് പറഞ്ഞു. അത് സത്യമല്ല, കള്ളമാണ് അങ്ങയുടെ സ്ഥാനാർത്ഥിയെന്ന് പറയാം. അല്ല, അങ്ങനെ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതോ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതോ PK കൃഷ്ണദാസ് ചേട്ടൻ പറഞ്ഞതോ ഇന്നലെ VV രാജേഷ് പറഞ്ഞതോ അതൊക്കെ തെറ്റാണ് എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി അതേപോലെ തന്നെ ഉറച്ചു നിൽക്കുന്ന. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഓരോ വാക്കുണ്ടാക്കിക്കൊണ്ട് ആ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിന് NDA കാര്യങ്ങൾ പഠിച്ചു വരുന്നു. അദ്ദേഹം പഠിച്ചു വരുമ്പോ അദ്ദേഹത്തിന് കാര്യം അറിയാം. അല്ല, താങ്കൾ പറഞ്ഞത് അയ്യോ സിനോൾ ബാത്തി അങ്ങ് പറഞ്ഞെന്താ അറിയോ? അങ്ങ് പറഞ്ഞത് കഴിഞ്ഞ 40 വർഷമായി അങ്ങയുടെ BJP സ്ഥാനാർത്ഥി ഈ രാഷ്ട്രീയത്തിലില്ല എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മലപ്പുറത്തെ വേറെ രീതിയിൽ ചിത്രിക്കുന്ന രാഷ്ട്രീയത്തിലില്ല. അദ്ദേഹം ഇന്നലെ വന്നതേ ഉള്ളൂ. അദ്ദേഹം പഠിച്ചു വരുമ്പോഴത്തേക്ക് മലപ്പുറത്തെ മറ്റു രീതിയിൽ പറയും എന്നല്ലേ താങ്കൾ പറഞ്ഞത്? സിനോൾ മാത്യു, ഞാനും മോഹൻ ജോർജും ഒക്കെ ഒരേ രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന. ഞാൻ KSCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ മലപ്പുറം KSCയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് മോഹൻ ജോർജ്. അദ്ദേഹം എനിക്കറിയാം, ഞങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ വർഷങ്ങളായിട്ടുള്ളതാണ്. അദ്ദേഹം അവിടെ വന്നപ്പോൾ ഞാനും അദ്ദേഹത്തോടൊപ്പം അവിടുത്തെ മുഴുവൻ സ്കൂളുകളിലും പോയിട്ടുള്ള അദ്ദേഹത്തിന് അറിയാം സംസാരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ആ രാഷ്ട്രീയം അതേ രാഷ്ട്രീയത്തിൽ നിന്ന് വ്യതിരിക്തമായി മറ്റൊരു രാഷ്ട്രീയമൊന്നും BJPക്കില്ല. BJP അന്ന് പറഞ്ഞ കർഷക രാഷ്ട്രീയം, മോഹൻ ജോർജ് അന്ന് പറഞ്ഞ കർഷക രാഷ്ട്രീയം ഇന്നും ഞങ്ങൾ പറയുന്നു. പെട്ടെന്നൊരു ചോദ്യം VV രാജേഷ് പറഞ്ഞ എന്നുള്ളത് നിങ്ങൾ കൊടുത്തു. ആ രാഷ്ട്രീയമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് തീവ്ര വർഗീയത ഞങ്ങളല്ലേ ഉണ്ടാക്കുന്നത്. ഇവിടെ തീവ്ര വർഗീയത ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് വോട്ട് പിടിക്കാനായിട്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ശ്രമിക്കുന്നു. ശരി, പക്ഷേ ഇന്നലെ VV രാജേഷ് നിരാശ ഉണ്ടാക്കും വിധം മലപ്പുറത്ത് നോമ്പുകാലത്ത് വെള്ളമുണ്ടോ, അപ്പൊ പഴയ തുഞ്ചൻ പ്രതിമ എന്നൊക്കെയുള്ള പൊളിഞ്ഞു പോയ മൂർച്ചയില്ലാത്ത ആയുധങ്ങൾ പിന്നെയും പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കരുതി നിങ്ങളുടെ നറേറ്റീവ് അതാണെന്ന് കരുതി. എന്തായാലും അങ്ങയുടെ സ്ഥാനാർത്ഥിക്ക് അവിടുത്തെ കാര്യങ്ങൾ നന്നായി അറിയാവുന്ന ആളാണ്. അദ്ദേഹം എന്തായാലും ആ വർഗീയതയും ഈ പറഞ്ഞ മലപ്പുറത്തെ പറ്റിയുള്ള ദുഷ്ടചിന്തകളും വെച്ച് പുലർത്തി എനിക്ക് ഉറപ്പുണ്ട്. കാര്യം അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നല്ല സ്ഥലമാണെന്ന്. പിന്നെ അത് നേരിട്ട് ബോധ്യമുള്ള ആരും തന്നെ ഇല്ലെന്ന് പറയുന്നത് അല്ലേ? ശരി, ഞാൻ അൽകുമാറിനെ കാണാം. അൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി
അദ്ദേഹം മാത്രമല്ല വി രാജേഷും ഒക്കെ അതേ അഭിപ്രായക്കാരാണ്. പക്ഷേ ഓക്കേ, ആ. പഴയ കാര്യങ്ങൾ വാരിയംകുന്നത്തിന്റെ കാര്യങ്ങളൊന്നും ഞങ്ങൾ മറന്നിട്ടില്ല. ആ, ഓക്കേ. മനസ്സിലായില്ലേ? ആ, ആ, ഇത് അത് മറക്കണ്ട, അത് മറക്കണ്ട. ഞങ്ങളല്ല പറയുന്നത്. പണ്ട് EMS പറഞ്ഞ കഥയുണ്ട്. ശരി, അത് മറക്കണ്ട. അന്ന് 1 കെട്ടും 10 കെട്ടും EMSന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞ രാഷ്ട്രീയമുണ്ട്. അത് വേറെ രാഷ്ട്രീയം. ഞങ്ങളെതിരാ. ശരി, അല്ലാതെ അത് ശരി, വർഗീയ വിദ്വേഷം കൊണ്ടുവരുന്ന രാഷ്ട്രീയം പറയണ്ട. ഞാൻ ശ്രീ കെ അൽകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ BJP സ്ഥാനാർത്ഥി വന്നത്. അദ്ദേഹം സമയമില്ലാത്തവർ ഞാൻ ഇടപെട്ട് പോയത്. ഞാൻ ശ്രീ അൽകുമാറിലേക്ക് തന്നെ അതിനുശേഷം ഞാൻ നവാസിലേക്ക് വന്നു. ഇടവേള. ശ്രീ കെ അൽകുമാർ, താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് BJP സ്ഥാനാർത്ഥി വന്നത്. നമ്മുടെ ഈ ചർച്ചാ സമയത്ത് എല്ലാ സ്ഥാനാർത്ഥികളും വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വന്നതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതൊക്കെ അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ. ഈ പറയുന്ന ഈ മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയതയാണെന്ന് ആര് പറഞ്ഞാലും, അല്ലെങ്കിൽ മലപ്പുറത്തെ ഈ പ്രശ്നമെന്നൊക്കെ ആര് പറഞ്ഞാലും അവിടുത്തുകാർക്ക് എന്താണെന്ന് അറിയാമല്ലോ. അതുകൊണ്ടാണല്ലോ അവിടെ ജനിച്ചു വളർന്ന സ്ഥാനാർത്ഥി പറയുന്നത് അങ്ങനെയൊന്നും ഒരു നല്ല സ്ഥലമാണെന്ന് പറഞ്ഞു ശ്രീ അൽകുമാർ. അല്ല, മലപ്പുറത്ത് മതരാഷ്ട്രീയക്കാർ മലപ്പുറത്തെ ഇവിടുത്തെ മാനവികതയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് മലപ്പുറത്തെ മതരാഷ്ട്രീയക്കാർക്കെതിരെ മാത്രമാണ് ഞങ്ങളുടെ പോരാട്ടം, മതത്തിനെതിരായിട്ടല്ല. ആ മതരാഷ്ട്രീയക്കാരിൽ RSS ഉണ്ട്, മതരാഷ്ട്രീയക്കാരിൽ ജമായത്തെ ഇസ്ലാമിയുണ്ട്, SDP ഉണ്ട്, ഇവിടുത്തെ മുസ്ലിം ലീഗ് ഉണ്ട്. ഇവരെല്ലാം മതരാഷ്ട്രീയക്കാരാണ്. മതനിരപേക്ഷ രാഷ്ട്രീയം മറ്റൊന്നാണ്. ആ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് RSSന് മുൻപ് തന്നെ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. മലപ്പുറത്തിന് എതിരായിട്ടുള്ള സമരം ആര്യാടൻ മുഹമ്മദ് നടത്തി. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇനി പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നു കേട്ടെ, എന്താ അദ്ദേഹം പറഞ്ഞത്? പെൻഷൻ കൊടുക്കുന്നത് കൈക്കൂലിയാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് കുടിശ്ശിക തീർക്കുന്നത് കൈക്കൂലിയാണ്. അതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതിന് ഞാൻ പിന്തുണയ്ക്കുന്നു. അപ്പം ഞങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം, കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തുക സാമൂഹ്യ സുരക്ഷാ പെൻഷനായി അതിൻ്റെ അർഹതപ്പെട്ടവർക്ക് കൊടുത്തത് 2011 സെപ്റ്റംബർ മാസത്തിലാണ്. 2016 സെപ്റ്റംബറിൽ ഓണക്കാലത്താണ് ഏറ്റവും കൂടുതൽ തുക കേരളത്തിൽ ഒറ്റത്തവണയായി ഓരോരുത്തരുടെ കയ്യിലും കിട്ടിയത്. അന്ന് കിട്ടിയ തുകയാണ് 14,800 രൂപ ഒരാൾക്ക്. കുറച്ച് പേർക്കൊന്നുമല്ല കൊടുത്തത് കേട്ടോ. എന്താ 2016 സെപ്റ്റംബറിൻ്റെ പ്രത്യേകത? 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക. അന്ന് 6,000 രൂപയുണ്ട്, 600 രൂപയുണ്ടായിരുന്നത് 18 × 600 എന്ന് പറഞ്ഞാൽ 10,800 രൂപ. LDF സർക്കാർ അപ്പം തന്നെ 1000 രൂപയായിട്ട് കൂട്ടി. അപ്പോൾ എന്ത് സംഭവിച്ചു? മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ് 4 മാസം. ഈ 4 മാസത്തെ തുക കണക്കാക്കി പിറ്റേ വരുന്ന സെപ്റ്റംബർ മാസം 14,800 രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ കൊടുക്കുകയോ സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തിക്കുകയോ ചെയ്തു. ഏത് തെരഞ്ഞെടുപ്പ് കരുതിയിട്ടാണ് കേരളത്തിൻ്റെ പിണറായി സർക്കാരിൻ്റെ ആദ്യത്തെ 4 മാസത്തിനകം ഇത്രയും വലിയ തുക കൊടുത്തത്? അതുകൊണ്ട് VD സതീശൻ ഇപ്പോഴാണ് ഈ കാര്യം പറയുന്നത്. സതീശൻ മനസ്സിലാക്കണം, 14,800 രൂപ ഇവിടുത്തെ ആളുകൾക്ക് കൊടുത്തത് കൈക്കൂലിയായിരുന്നു. കൊടുക്കാൻ ഇടവന്നത് ഉമ്മൻചാണ്ടിയുടെ 18 മാസത്തെ കുടിശ്ശികയാണ്. അല്ല, തീർന്നില്ല കേട്ടോ. ഇപ്പൊ ഈ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒരു വാക്കൂടെ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഇപ്പൊ പെൻഷൻ കുടിശ്ശികയാക്കിയിട്ടുണ്ടോ? ഉണ്ട്. 24 മാസമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് തരേണ്ട പെൻഷന്റെ 200-500 രൂപയുള്ള വിഹിതം തരുന്നില്ല. VD സതീശനോ KC വേണുഗോപാലോ നരേന്ദ്രമോദിയോട് ചോദിച്ചോ? ഇതെല്ലാം കേരളത്തിലെ LDFന്റെ കുറ്റമാണെന്ന് പറയുന്നത് BJP രക്ഷാപ്രവർത്തനമാണ്. യഥാർത്ഥത്തിൽ BJPയെ രക്ഷിക്കുന്ന പ്രവർത്തനമാണ് മലപ്പുറത്ത് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. KC വേണുഗോപാൽ രാജ്യസഭയിൽ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത യോഗ്യനാണ്. ആ പരമയോഗ്യൻ നരേന്ദ്രമോദി കേരളത്തിന് പണം നിഷേധിക്കുന്നു എന്ന വസ്തുത പറയുന്നില്ല. നെല്ലുവില കൊടുക്കാൻ പറ്റാത്തത് 1000 കോടി കേന്ദ്രം തരാനുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ ആരോഗ്യ മേഖലയെ കേന്ദ്രം തരാനുള്ള കോടികൾ എത്ര, വിദ്യാഭ്യാസ മേഖലയെ തരാനുള്ള കോടികൾ എത്ര? ഇവർക്ക് ആർക്കെങ്കിലും ഛേദമുണ്ടോ? ഞാൻ ഇവിടുത്തെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കന്മാർ ഒരാളുടെ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു വരി നരേന്ദ്രമോദി കേരളത്തിനെതിരായി ചെയ്ത ഈ അവഗണനാപൂർണമായ ഏറ്റവും വലിയ ധിക്കാരപരമായ കേരള വിരുദ്ധ പ്രവർത്തനത്തെ നിങ്ങൾ ഒരു വരി കൊണ്ട് പോലും പ്രതിഷേധിച്ചോ? നിങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളാണ്. അതുകൊണ്ട് ഈ മലപ്പുറത്ത് തോൽക്കേണ്ടത് നരേന്ദ്രമോദിക്ക് വേണ്ടി 5% വോട്ടുമായിട്ട് ഇപ്പോൾ ഒരാളെ കൊണ്ട് നിർത്തിക്കിട്ടുണ്ട്. അതൊന്നും ഒരു സ്ഥാനാർത്ഥിയല്ല. യഥാർത്ഥ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് UDFകാരാണ്. കേന്ദ്രത്തെ രക്ഷിക്കാൻ നിൽക്കുന്ന UDFകാരാണ് യഥാർത്ഥ സ്ഥാനാർത്ഥികൾ. അവർക്കെതിരായിട്ടാണ് UDF എന്ന് പറയുന്നത്. UDFും അതുപോലെ തന്നെ BJPയും ചേർന്ന ഒരു രാഷ്ട്രീയ ഐക്യമാണ്. അതിനെയാണ് ഞങ്ങൾ പൊളിക്കാൻ പോകുന്നത്. നല്ല രാഷ്ട്രീയ ചർച്ചകൾ നടക്കട്ടെ. അതിനകത്ത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ കിട്ടാതിരുന്നോ, അത് വൈകിയോ, അതോ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പല ഹെഡിലുള്ളതായതുകൊണ്ടാണോ ലേറ്റായത്, അതോ 18 മാസമാണോ, അതിൽ കുറവാണോ എന്ന സഭാരേഖകൾ ഒക്കെ വെച്ച് നല്ല ചർച്ച നടക്കട്ടെ.
പക്ഷേ നവാസ്, ഞാൻ താങ്കളോട് ചോദിച്ച ആദ്യ ചോദ്യം, ഈ പറയുന്നത് മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന് ആര് പറഞ്ഞാലും, മലപ്പുറത്തെ കുട്ടികൾ ജയിക്കുന്നത് കോപ്പി അടിച്ചാണെന്ന് ആര് പറഞ്ഞാലും, ഇനി ഏറ്റവും കൂടുതൽ വെള്ളാപ്പള്ളി പറഞ്ഞതാണെങ്കിലും, മലപ്പുറത്തുകാർക്കറിയാലോ ആ നാട് അങ്ങനല്ലെന്ന്, മലപ്പുറത്തുകാർക്കറിയാലോ ആ പറയുന്നതൊക്കെ വ്യാജവും കള്ളവുമാണെന്ന് അറിയാലോ. അല്ലെങ്കിൽ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറയുമോ അത് നല്ല മനോഹരമായ സ്ഥലമാണെന്ന് പറയുമോ? പി കെ നവാസ്, അപ്പോൾ ആ വാദങ്ങളുടെയൊക്കെ ആയുസ് അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നവരാ. തീർച്ചയായും ആഷ്മി, താങ്കൾ പറഞ്ഞ പോലെ മലപ്പുറത്തുകാരെന്ന രീതിയിൽ താങ്കൾ പറഞ്ഞ നാട്ടിൽ ജീവിക്കുന്ന ഒരാളെന്ന രീതിയിൽ അതിനത്ര ആയുസുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങളുടെ ജില്ലക്കാരല്ലാത്ത പല ആളുകളാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നേരത്തെ ആഷ്മി തന്നെ പറഞ്ഞു, എൻ്റെ പാനലിസ്റ്റ് സുഹൃത്തായിട്ടുള്ള അനിൽകുമാർ അദ്ദേഹം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞോ എന്ന് ആശങ്ക പ്രകടിപ്പിച്ചു. അദ്ദേഹം അത് തിരുത്തിയില്ലല്ലോ. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്യുന്നില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം മലപ്പുറം ജില്ലയെക്കുറിച്ചാണ്, മലപ്പുറം ജില്ല എന്ന് പേര് പരാമർശമാണ്. ആഷ്മിക്ക് തെറ്റിപ്പോയതായിരിക്കാം, ഞാനത് വിടുകയാണ്. അദ്ദേഹം അത് നിരാകരിക്കുക പോലും ചെയ്യാത്ത വീഡിയോ പുറത്തുകൊണ്ടാണ്. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്, ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പോവാം. രോഗം തീർക്കാൻ അവിടെ നിൽക്കട്ടെ, മരുന്നറ കയ്യിൽ വെച്ച് താങ്കളുടെ സമയത്ത് പറഞ്ഞിട്ട് വലിയ ഡോക്ടർ ആവുന്നേ ഞങ്ങളെ പണി കഴിയട്ടെ. എല്ലാ പണിയും കൂടി ഒരുമിച്ചെടുക്കല്ലേ? അല്ല, എല്ലാം കൂടി ഒരുമിച്ചെടുക്കല്ലേ? ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ അവസരത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറയാം. ഹാഷ്മി എന്നെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞില്ലേ? നിങ്ങളുടെ ഔദാര്യം ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. ഒരു കാര്യത്തിന് വെല്ലുവിളിക്കുന്നത്രേ ഉള്ളൂ. എന്റെ പ്രസംഗം എന്ന് പറയുന്നത് 45 മിനിറ്റ് ഉണ്ട്. 40 പറയാം. RSSന്റെ വാദങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട്, RSS ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചെയ്യുന്ന വാദങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട്, യുക്തിവാദം പ്രചരിപ്പിക്കുന്ന രവിചന്ദ്രന്റെ വാദങ്ങളെ അരിഞ്ഞു തള്ളിക്കൊണ്ട്, എന്താണ് നമ്മുടെ നാട്ടിനകത്ത് മനുഷ്യർ വരുത്തുന്ന മാറ്റം, രാഷ്ട്രീയം വരുത്തുന്ന മാറ്റമെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. 45 മിനിറ്റിന്റെ ഒരു പ്രസംഗത്തിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും വരികൾ വെട്ടിമാറ്റിയിട്ട് അരവരി വർത്താനം പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് എഴുന്നള്ളിക്കാൻ വന്നാൽ അത് കൈവച്ചാൽ മതി. അതുകൊണ്ട് വെക്കുകയാണ് 45 മിനിറ്റ് മരുന്നുമായിട്ട് വന്ന ഡോക്ടർ ഇതാണോ പറയാനുള്ളത്? നിങ്ങളുടെ തുണ്ട് വേണ്ട, നിങ്ങളുടെ തുണ്ട് അത് ഇതാണോ താങ്കൾ പറയാനുള്ളത്? കേൾകുമാർ പറയുന്നതോട് എനിക്ക് യോജിപ്പ്. ഞാൻ പ്രസംഗം കേട്ട ആളാണ്. പക്ഷെ അങ്ങയുടെ പാർട്ടി അങ്ങേ തിരുത്തി. അങ്ങ് അതിൽ പാർട്ടിയുടെ നിലപാടാണ് ശരിയെന്ന് അങ്ങ് പറഞ്ഞു. അവിടെയാണ് എന്റെ വാദം. അത് എൻ്റെ നിലപാടെന്തായിരുന്നു അത് ഞാൻ പറയാം. ആ രവിചന്ദ്രൻ എന്ന് പറയുന്ന യുക്തിവാദികൾ ഉന്നയിച്ച വേദിയിൽ ഒരു വിഷയം ഉയർന്നു വന്നു. എന്തായിരുന്നു അവർ ഉയർത്തിയ വിഷയം? ഇവിടെ മതത്തിലേക്ക് മനുഷ്യനെ മടക്കി കൊണ്ടുപോകുന്ന വിധം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? നിങ്ങൾ മതസംഘടനകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ആളുകളെ തട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോവാണ് എന്ന് ഒരു വാദം ഉന്നയിച്ചപ്പോൾ ഉന്നയിച്ച വാദത്തിന് മറുപടി പറഞ്ഞതാണ്. അതാണ് പ്രശ്നം. അവിടെ വന്ന ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങയുടെ പാർട്ടി തിരുത്തി. ഒരു ആവശ്യമില്ലാത്ത തിരുത്ത് അങ്ങയുടെ പാർട്ടി തിരുത്തി. അവിടെ അല്ലല്ല പി കെ നവാസ് ഒരു കാര്യം ഉറപ്പാണ്. അല്ല പി കെ നവാസ് പി കെ നവാസ് ആ പ്രസംഗത്തിൽ കെ അനിൽകുമാർ RSSനെ പറഞ്ഞില്ലെന്ന് പറയരുത്. രൂക്ഷമായ വിമർശനങ്ങൾ RSSനെയും പറഞ്ഞാണ് കെ അനിൽകുമാർ ആ പ്രസംഗത്തിൽ. ഞാൻ കേട്ട പ്രസംഗം അതുകൊണ്ടാണ് പറഞ്ഞു. 100% RSSനെ പറഞ്ഞില്ലെന്നല്ലോ ഞാൻ പറഞ്ഞത്. ആഷ്മി രണ്ട് ഭാഗത്ത് ബാലൻസ് ചെയ്യല്ലേ? ഞാൻ RSSനെ പറഞ്ഞില്ലെന്നല്ലോ പറഞ്ഞത്. ഇപ്പോ അദ്ദേഹം പറഞ്ഞു വെച്ചെടുത്തിരുന്ന അദ്ദേഹം തുടർന്ന് പറഞ്ഞത് എന്താണ്? ഞാൻ ആ വീഡിയോ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞ എന്താ? അങ്ങനെ മതവാദികൾക്ക് മതസംഘടനകൾക്ക് ഞങ്ങൾ കീഴ്പ്പെട്ട് കൊടുത്തിട്ടില്ല. മലപ്പുറത്തെ പെൺകുട്ടികളുടെ തട്ടമഴിപ്പിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്ത പങ്കിനെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കുന്ന അദ്ദേഹം പറഞ്ഞില്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണി മലപ്പുറത്തെ കുട്ടികളെ തട്ടമഴിപ്പിക്കലാണ്. ഈ ജില്ലയിലെ കുട്ടികളുടെ തട്ടമഴിപ്പിക്കലാണ്. അത് വിട്ടേക്ക്. നാവുണ്ടായില്ലല്ലോ. താങ്കൾ അന്ന് പറഞ്ഞ എന്താണ് എന്റെ താങ്കൾ അന്ന് പറഞ്ഞ എന്താണ് അല്ല കെ അനിൽകുമാർ താങ്കൾ അന്ന് പറഞ്ഞ എന്താണെന്ന് എനിക്ക് ഇവിടെ റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള ബൈറ്റ് എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ അതിലത് നിൽക്കണ്ട. നവാസ് പറഞ്ഞ് പൂർത്തിയാക്കൂ.
അത് ഞാൻ ഞാൻ അയച്ചു തരാം ഈ പറയുന്ന പച്ച ആഷ്മി, നുണയല്ലേ? ഞാൻ അയക്കാം. ഇദ്ദേഹം പറയുന്ന പച്ച നുണയല്ലേ? മലപ്പുറത്തെക്കുറിച്ച് ഇങ്ങനൊരു വാചകമല്ലല്ലോ ഇവിടെ ഉണ്ടായത്. അവിടെ പറഞ്ഞ മറുപടി നിലമ്പൂരിന്റെ കാര്യം പറ. എങ്കിൽ പറ. അല്ലാതെ RSSന്റെ ശരി, ശരി, ശരി. പറഞ്ഞിട്ട് എന്താ കാര്യം? നവാസ് പറയട്ടെ, നവാസ് പറയൂ, നവാസ് പറയൂ, നവാസ് പറയൂ, അതെ അതെ നവാസ് പറയൂ. അതെ, അതുകൊണ്ട് കൃഷ്ണരാജ് വക്കീല് ഇനി അടുത്ത അല്ല, കാര്യം. അല്ല, 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 നവാസ് സമയം, നവാസ് സമയം. ഇല്ല, നവാസ് സമയം, കേൾക്കുമ്പോൾ നവാസിന്റെ സമയം. ആഷ്മി, എന്റെ സമയമാണ് ഈ കവർന്നെടുത്തോണ്ടിരിക്കുന്നത്. കൃഷ്ണരാജ് വക്കീല് കൊടുത്തുവിട്ട കടലാസുമായിട്ട് എന്റെ സമയം എനിക്ക് അനുവദിച്ചു തരും. ഓക്കെ, നവാസ് താങ്കളുടെ കയ്യിൽ ബൈക്ക് താങ്കൾ കേൾപ്പിക്കുന്നില്ല. ഓക്കെ, നവാസ് പറയൂ. നവാസിനോടാ പറയണത്. ശരി, അല്ല, ഓക്കെ. ഞാൻ കേൾപ്പിക്കാം. ഓ, ഇതിലാക്കരുത്, എന്റെ ബുദ്ധി ഞാൻ പറഞ്ഞു. എന്റെ ബുദ്ധി ഞാൻ പറഞ്ഞു. താങ്കൾ പറഞ്ഞ കൃത്യം വരികൾ എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് നവാസ് പറഞ്ഞ് പൂർത്തിയാക്കും. അല്ല, നിർത്ത്, അനിൽകുമാർ സാർ നിർത്ത്. കൃഷ്ണരാജ് വക്കീലിന്റെ ഞാൻ കാര്യം പറയാം. കൈവച്ചാൽ മതി. എന്റെ സമയം ഞാൻ പറയട്ടെ. RSSകാരനായ കൃഷ്ണരാജ് വക്കീലിന്റെ ഞാൻ പറയട്ടെ. നവാസ്. പറഞ്ഞോണ്ടിരിക്കുന്നത് നവാസ് പറയും, നവാസ് പറയും. ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ ആഷ്മി, ഞാൻ പറയാം. ഞാൻ ആദ്യം ആ ബൈറ്റ് ഒന്ന് പ്ലേ ചെയ്യാം. പെൺകുട്ടികളെ കാണും നിങ്ങൾ. തട്ടം തലയിലിടാൻ വന്നാൽ അത് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ മലപ്പുറത്തുണ്ടായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ വന്നതിന്റെ ഭാഗമായി തന്നെ, വിദ്യാഭ്യാസം ഉണ്ടായതിന്റെ ഭാഗമായി തന്നെ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മതിയല്ലോ, അത് അദ്ദേഹം പറഞ്ഞല്ലെന്ന് അദ്ദേഹം പറയില്ലല്ലോ അല്ലെ. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യവും മലപ്പുറം ജില്ലയിലെ മുഖ്യമന്ത്രിയുടെ ഹിന്ദു ദിനപത്രത്തിലെ അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതറിയോ? ഇയാളൊന്ന് ഞാനൊന്ന് പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ഇയാൾ CPM പാർട്ടി സമ്മേളനം ചാനൽ ചർച്ചയല്ലേ, ഞാൻ പറഞ്ഞത് കേൾക്കുന്നേ. താങ്കൾ പറഞ്ഞ എന്താണെന്ന് ആൾക്കാർക്ക് ബോധ്യമായി. നവാസ് പറഞ്ഞു പൂർത്തിയാക്കും. ഞാനൊന്ന് പറയട്ടെ. ഇനി ആഷ്മി, ഞാൻ പറയാം. ഇനിയിപ്പോ ഇദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? ഇപ്പോ 10 മാസത്തെ പെൻഷൻ ഞങ്ങൾ UDF ഗവൺമെന്റ് കാലത്ത് കൊടുക്കാണ്ട് ഞാൻ ആഷ്മിയുടെ വാട്സപ്പിലേക്ക് ഒരു നിയമസഭാ ചോദ്യം അയച്ചിട്ടുണ്ട്. ആഷ്മി അതൊന്ന് കാണും. അതില് ഇവിടെ മത്സരിക്കുന്ന സ്വരാജ് 2017 26 തീയതി 4 മാസം നക്ഷത്ര ചോദ്യമിട്ട ചിഹ്നം 371. സ്വരാജിന്റെ ചോദ്യമാണ്, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു? ഉത്തരം പറയാണ് സഖാവ് തോമസ് ഐസക്കിന്റെ ഉത്തരമാണ്, ധനകാര്യ വകുപ്പ്. അദ്ദേഹം പറയാണ്, ഈ സർക്കാർ അധികാരം ഏൽക്കുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ. എത്ര മാസം? 2014 നവംബർ, അത് കഴിഞ്ഞാൽ ഡിസംബർ, അത് കഴിഞ്ഞാൽ ജനുവരി. 3 മാസത്തെ പൈസ ഉള്ളൂ എന്ന് നിങ്ങളുടെ കാൻഡിഡേറ്റ് നിയമസഭാ അംഗമായിരിക്കുന്ന സമയത്ത് 2017 4 മാസം 26 തീയതി നിങ്ങളുടെ മന്ത്രി തോമസ് ഐസക്കിന് നിയമസഭയിൽ കൊടുത്ത ചോദ്യവും മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ രേഖ ഞാൻ ആഷ്മിയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. ഒന്ന് അനിൽകുമാറിന് അയച്ചു കൊടുക്കണം. ഏകപക്ഷീയമായി ഇങ്ങനെ കളവ് പറഞ്ഞു പോകുമ്പോ അതൊന്ന് അയച്ചു കൊടുക്കണം. ഈ സർക്കാർ എത്ര മാസം ക്യാമ്പ് പെൻഷൻ വിതരണം നടത്തി? ഇതിലെ പ്രശ്നം കാലാകാലങ്ങളായുള്ള തർക്ക വിഷയമാണ്. താങ്കൾ ഈ പറയുന്ന ചോദ്യമുണ്ട്, 18 മാസം എന്ന് പറയുന്ന വേറൊരു നിയമസഭാ രേഖയുണ്ട്. ഇതാണ് കൺഫ്യൂഷൻ. അത് കാരണം എന്താണെന്ന് അറിയോ? എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പല ഹെഡുകളിലായിരുന്നു. അതായിരുന്നു പ്രശ്നം. അതിന്റെ യഥാർത്ഥ പ്രശ്നം അതാ. അപ്പോൾ ആയിരുന്നു. ആ ഹെഡുകളെ കുറിച്ച് കൃത്യമായി ഇവിടെ പറയുന്നുണ്ടെന്നേ. വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് പറയുന്നുണ്ടല്ലോ. ഏതാ ഇവിടെ പറയാത്തത്? നിങ്ങളത് പൂർണ്ണമായി വായിക്ക്. തോമസ് ഐസക് കേരളത്തിന്റെ ധനകാര്യ മന്ത്രിയാണല്ലോ. അദ്ദേഹം പറഞ്ഞ മറുപടി അല്ലേ അനിൽകുമാർ എടുക്കേണ്ടത്? ഇനി മറ്റെന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ അനിൽകുമാർ കാണിക്കട്ടെ. അങ്ങനെ ഇനി ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഇനിയിപ്പോ അനിൽകുമാർ പറഞ്ഞ ഹിന്ദു ദിനപത്രത്തിൽ അങ്ങനെ പറഞ്ഞത് എന്തിനാ മുസ്ലിം ലീഗ് ഇളകുന്നത്? എന്തിനാ മലപ്പുറത്തുകാരുടെ വികാരം പൊട്ടിപ്പറപ്പുന്നത്? ഞാനൊന്ന് പറയട്ടെ, മലപ്പുറം ജില്ലക്കാർ മാത്രമാണോ എയർപോർട്ടിലൂടെ ഈ പണം കൊണ്ടുവന്നത്, ഈ ഗോൾഡ് കൊണ്ടുവന്നത്? ഈ ചോദ്യമാണ് സാർ ഇത്രയും കാലം ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. താങ്കൾ ചോദിക്കണം, മലപ്പുറത്തുകാരാണോ? അല്ല. മലപ്പുറത്ത് ജില്ലക്കാർ മാത്രമാണോ? അല്ല. ഇതന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മലപ്പുറത്തുകാരല്ല. അത് അങ്ങ് പറയേണ്ടത് ഈ ചാനൽ ചർച്ച ചെയ്തിട്ടല്ല. തിരുവനന്തപുരത്തേക്ക് പോയിട്ട് ക്ലിപ്പ് ഹൗസിൽ മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ടാവും. മുഖാമുഖം ഇരുത്തിയിട്ട് പറയണം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങ് ആ ലേഖനത്തിൽ പറഞ്ഞത് തെറ്റാണ്, അത് മലപ്പുറത്തുകാരല്ല, 5 ജില്ലകളിലെ ആളുകൾ ഉപയോഗിക്കുന്ന എയർപോർട്ടാണ് എന്നൊരു വാചകം കൂടി മുഖ്യമന്ത്രി പറഞ്ഞിരുന്നുവെങ്കിൽ അത് മലപ്പുറത്തിന്റെ പേരിൽ ഉണ്ടാകുമായിരുന്നില്ല. അത് പറയാതിരുന്ന ഞങ്ങളുടെ പ്രശ്നം. ഇപ്പൊ ഇവിടെ വന്നിരുന്ന് ഞങ്ങളോട് ചോദിക്കുക, മലപ്പുറത്തുകാരാണോ? അല്ലെന്ന് ഞങ്ങൾ 1000 തവണ പറഞ്ഞതല്ലേ. അത് തിരിയാത്ത ഒരാൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് അത് ബോധ്യമില്ലാത്തത് അനിൽകുമാർ ചാനൽ ചർച്ച ചെയ്തിട്ട് വെറുതെ വർത്തമാനം പറയല്ല. ആദ്യം സ്വന്തം മുഖ്യമന്ത്രിയെ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇവിടെ പറഞ്ഞിരുന്നല്ലോ ലവ് ജിഹാദ്. ആ ലവ് ജിഹാദിനെ ദേശീയ തലത്തിൽ തന്നെ BJP ഉപയോഗിച്ചില്ലേ? ലവ് ജിഹാദിന്റെ എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ല എന്ന് രാജ്യത്തിന്റെ കോടതി പോലും പറഞ്ഞപ്പോ നിങ്ങളതൊക്കെ ഉപേക്ഷിച്ചു പോയി. പക്ഷേ ഇവിടുത്തെ RSSകാരൻ അജണ്ടയാക്കി ഇവിടുത്തെ പാപ്പ ന്യൂനപക്ഷത്തിന്റെ പേരിൽ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്ന പോലെ നിങ്ങൾ ഇത് മടക്കി വെച്ച് പോയി. ഇപ്പൊ നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുക, ഇത് മലപ്പുറം ജില്ലയാണോ? അത് ഞങ്ങളുടെ ചോദ്യമാണ് സാർ.
ഞങ്ങളുടെ ചോദ്യം എടുത്തല്ല ചോദിക്കേണ്ടത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങളുടെ മുഖ്യമന്ത്രി തരാത്തതാ ഞങ്ങളുടെ പ്രശ്നം. അല്ലാതെ ചാനൽ മുറിൽ വന്നിരുന്ന ആ ചോദ്യം റിവൈസ് അടിക്കല്ല. ഇനി താങ്കൾ പറഞ്ഞല്ലോ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിൽ ഞങ്ങൾ വലിയ ത്യാഗനിർഭരമായ പങ്ക് വഹിച്ചുവെന്ന്. എന്ത് പങ്കാ നിങ്ങൾക്കുള്ളത്? EMS നമ്പൂതിരിപ്പാട് എഴുതിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്ന പുസ്തകം വായിക്കും നിങ്ങൾ. ആ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ പാവപ്പെട്ട CH മുഹമ്മദ് കോയ ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇടപെടൽ കൊണ്ട് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത നിർബന്ധാവസ്ഥയിലാണ് ഞങ്ങളത് നൽകിയത് എന്ന് CH മുഹമ്മദ് EMS നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിന്റെ പുസ്തകത്തിൽ പറയുന്നില്ലേ? CH മുഹമ്മദ് കോയ സാഹിബിന്റെ ജീവചരിത്ര പുസ്തകത്തിനകത്ത് അത് എങ്ങനെ നേടിയെടുത്തു എന്ന് പറയുന്നില്ലേ? അത് മാത്രമാണോ? മാതൃഭൂമിയുടെ ലേഖിക ശ്രീ ഗീത അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന റവന്യൂ മന്ത്രിയോട് അഭിമുഖം നടത്തിയിട്ട് ചോദിക്കുന്നില്ലേ? ആ അഭിമുഖത്തിന്റെ ആദ്യത്തെ ചോദ്യം, താങ്കൾ റവന്യൂ മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ഈ പറയുന്ന ജില്ല രൂപീകരിച്ചെന്ന ചോദ്യത്തിന് അവർ വിശദമായി മാതൃഭൂമിയിൽ കൊടുത്ത മറുപടിക്ക് ആദ്യം പറയുന്ന വാചകം എന്താണെന്നറിയോ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി അതിനെതിരായിരുന്നു. സഖാബ് EMS ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് കൊടുത്ത ഉറപ്പ് വിഷമവൃത്തത്തിലായിരുന്നുവെന്ന് അദ്ദേഹം മാതൃഭൂമി കൊടുത്ത അഭിമുഖത്തിൽ ആ കാലത്തിലെ പറയുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും വിഡിത്തം എന്ന് വിളിച്ച് പറയല്ല, അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തീർക്കട്ടെ. തിരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ നിങ്ങൾക്ക് ഭീകരവാദികൾ, ഈ ജില്ല തീവ്രവാദികൾ, തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ ജില്ല നിങ്ങൾക്ക് നല്ല ആളുകൾ, അങ്ങനെ വാദം ഉന്നയിക്കണ്ട. ഞങ്ങൾ പ്രാദേശികവാദം ഉന്നയിക്കല്ല. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും ഒരുപോലെ കാണാൻ സാധ്യമാകില്ല. ഇപ്പോ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ +1 സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടല്ലോ. റിസൾട്ട് വന്ന് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇപ്പോഴും ഈ ജില്ലയിലെ ഈ മലബാറിലെ 1 ലക്ഷം പേര് പുറത്താണ്. എത്ര കാലമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നു? കഴിഞ്ഞ 10 വർഷക്കാലമായി നിങ്ങളല്ലേ ഭരിക്കുന്നത്. ഒരു പുതിയ ബാച്ച് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? എല്ലാ കൊല്ലവും ഞങ്ങൾ തല്ലുകൊള്ളണം, തലപൊട്ടിക്കണം, ഞങ്ങൾ ജയിലിൽ പോകണം, എന്നിട്ട് ഔദാര്യം പോലെ കുറച്ച് സീറ്റുകൾ തരും. നിങ്ങൾ എല്ലാ കാലത്തും ഈ ജില്ലയോടും ഈ പ്രദേശത്തോടും ഇങ്ങനെ അവഗണനയെ കാണിച്ചുള്ളൂ. ഈ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പുറത്തു നിൽക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ പടിവാദികൾ വോട്ട് ചോദിച്ചു വരുമ്പോ നാണമുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ നിലമ്പൂരിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സീറ്റ് കൊടുക്കും. ചർച്ചയിൽ ഒരാൾ കൂടിയുണ്ട്. ഇല്ല, ഒറ്റ താങ്കളുടെ ആവശ്യത്തിൽ പറയൂ. താങ്കളുടെ ആവശ്യത്തിൽ പറയൂ, ചോദിക്കൂ. അല്ല, ഹാഷ്മിയോട് എന്റെ ചോദ്യം. അല്ല, ഹാഷ്മിയോട് എന്റെ ചോദ്യം. ഇതിങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ അവസരം കൊടുക്കുകയാണ് ഞങ്ങൾക്ക് അവസരമാണ്. താങ്കളുടെ സമയത്ത് സംസാരിക്കൂ. താങ്കളുടെ സമയത്ത് സംസാരിക്കൂ. താങ്കളുടെ സമയത്ത് സംസാരിക്കൂ. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെടാതിരുന്ന ചോദ്യങ്ങളില്ലാഞ്ഞിട്ടല്ല. നവാസ് പറഞ്ഞ ചോദ്യങ്ങളില്ലാഞ്ഞിട്ടല്ല. ചർച്ച പൂർത്തിയാണ്. ഞങ്ങളിലേക്ക് എത്താം. ശ്രീ നോബിൾ മാത്യു, ഞാൻ അവിടെ നിലമ്പൂരെ മോഹൻ ജോർജിന്റെ ഹോട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോൾ മോഹന്റെ ഹോട്ടൽ അല്ല, അത് മനോജിന്റെ നാട്ടുഭക്ഷണ കട, സൂപ്പർ ഫുഡാണ്. ഈ പറയുന്ന നല്ല ഫുഡിൻ്റെയും നല്ല സ്നേഹത്തിൻ്റെയും ആൾക്കാരുടെ സ്ഥലമാണ് എന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി തന്നെ സർട്ടിഫൈ ചെയ്യുമ്പോൾ ഇന്നലെ വി രാജേഷ് ഒന്ന് പറയുന്ന പോലെ തിരൂര് ഒരു തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാവോ എന്ന ചോദ്യം ഒന്നും അവിടെ ഇനി വർക്കൗട്ട് ആവില്ല. നോബിൾ മാത്യു, അത് നിങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി ഞാൻ പറയട്ടെ. അപ്പൊ ഞാന് ബഹുമാനപ്പെട്ട അനിലും ഞാനും ഒക്കെ ഒരുമിച്ച് പഠിച്ച. അപ്പൊ അനില് പറഞ്ഞത് അതായത് RSS പറഞ്ഞ കാര്യം മുസ്ലിം ലീഗ് പിന്തുടരുന്നു. നേരെ മറിച്ച് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ പറയുന്നു RSS പറഞ്ഞ കാര്യം CPM പിന്തുടരുന്നു. അതുപോലെ അനില് ഇന്ന് കേന്ദ്ര വിരുദ്ധത പറയുകയുണ്ടായി. ഈ RSS എന്ന പ്രസ്ഥാനം വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം, അതാണ് അതിന്റെ ലക്ഷ്യം. ആ വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മുടെ മഹാകവി വള്ളത്തോൾ പാടിയത്. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. മോഹൻ ജോർജിനോട് ഇപ്പൊ ചോദിച്ചപ്പോൾ അദ്ദേഹം നിലമ്പൂർ എന്ന് കേട്ടാൽ ചോര അദ്ദേഹത്തിന് തിളയ്ക്കും. ആ നിലമ്പൂരിന്റെ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും. അപ്പൊ അതിനെയൊന്നും ആരും എതിർക്കുന്നില്ല. അവിടെ മുസ്ലിങ്ങൾക്ക് BJP എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ, RSS എതിരാന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും ശ്രമം. ആര് RSSനോട് കൂട്ടു നിൽക്കുന്നു അവർക്കെതിരെ വോട്ട് കിട്ടും എന്നുള്ളതാണ് ഇവരുടെ വാദം. ബഹുമാനപ്പെട്ട അനിൽകുമാർ ഇന്ന് പറഞ്ഞല്ലോ ഇവിടെ കേന്ദ്രം പൈസ തരുന്നില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ RSSന്റെ ആസ്ഥാനത്തു നിന്നുള്ള മന്ത്രി, ഞങ്ങളുടെ പ്രിയങ്കരനായ ഗഡ്കരി, അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകനും പോയി സംസാരിച്ചിട്ട് ഇറങ്ങിയപ്പോൾ അവിടെ വെച്ച് പറയാനുള്ള ധൈര്യമില്ലല്ലോ. ഒരു മാസം മുമ്പ് നിർമ്മലാ സീതാരാമൻ അവിടെ വെച്ച് പറയാനുള്ള ധൈര്യമില്ലല്ലോ. അതെ, ആയിക്കോട്ടെ. അവിടെ വെച്ച് പറയാനുള്ള ധൈര്യമില്ലല്ലോ നിർമ്മലാ സീതാരാമന്റെ. അവിടുന്നൊക്കെ കിട്ടാവുന്ന എല്ലാം മേടിക്കും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെയാണെന്ന് പറയും. ആ പറച്ചിലൊക്കെ നിർത്ത്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം RSS അല്ലാതെ ഭിക്ഷ വായിക്കുന്നതല്ല. എന്താണ് ആ വർത്താനം? എന്താണ്
നമ്മുടെ നികുതി എന്റെയും താങ്കളുടെയും അനിൽകുമാറിന്റെയും നവാസിന്റെയും നികുതിയിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്ന പണത്തിൽ നമ്മുടെ വിഹിതം ചോദിക്കുന്നതാ. നമ്മുടെ വിഹിതം ചോദിക്കുന്നതാ, അല്ലാതെ ഭിക്ഷാപാത്രവുമായി എന്തെങ്കിലും തരണം ചോദിക്കുകയല്ല. നമ്മൾ അവകാശപ്പെട്ട പൈസ അത്രേ ഉള്ളൂ, നമ്മൾ കൊടുത്ത പണം തിരിച്ചു ചോദിക്കുന്നു, അത്രേ ഉള്ളൂ അതിനകത്ത്. അവിടുന്ന് മേടിച്ചത് കിട്ടാവുന്നതൊക്കെ എന്തോ അനർഹമായി കിട്ടുന്നെന്തോ എന്ന് പറയാമോ? ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഈ അനിലിന്റെ പാർട്ടിയുടെ നമ്മുടെ റഹീം ഉണ്ടല്ലോ, പുറത്തു പോയിട്ട് ഇങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്, തിരിച്ചു വരുന്നിട്ടുണ്ടല്ലോ നമ്മുടെ വിദേശകാര്യ സമിതി, അവിടെ പോയിട്ട്, അതുപോലെ നമ്മുടെ ശശി തരൂർ പോയിട്ട് വന്നിട്ടുണ്ടല്ലോ. അവരാരും ഇതിനെക്കുറിച്ചൊന്നും കുറ്റം പറയുന്നില്ല. നിങ്ങളുടെ എന്താ സിനിമ CPM ആണേലും കോൺഗ്രസ് ആണേലും ഇന്ത്യ പാകിസ്ഥാനെതിരെ പോരാടുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ പോരാടുന്നു എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കി. BJPയോ RSSോ മുസ്ലിങ്ങൾക്കെതിരല്ല, BJPയോ RSSോ സിന്ദൂർ പറഞ്ഞപ്പോഴേക്കും അത് ഇന്ത്യ മുസ്ലിങ്ങൾക്കെതിരെയാന്ന് ഏത് രാഷ്ട്രീയ നേതാവ് പറഞ്ഞു? ഒരാളുടെ പേര് ചൂണ്ടിക്കാണിക്കാവോ? ഏത് രാഷ്ട്രീയ നേതാവ് എവിടെ പറഞ്ഞു? അവിടെ അത്തരത്തിലുള്ള നറേറ്റീവ് ആരുണ്ടാക്കിയെന്നേ? ഒരൊറ്റ പ്രതികരണം പറ. ചെയ്യാനാണ് ഇവിടെ ശ്രമിച്ചത്. അല്ല, അതുകൊണ്ട് എത്തരത്തിലുള്ള നറേറ്റീവ് ആര് പറഞ്ഞു? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവോ? അങ്ങനെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവല്ലേ? ഇവിടെ ഞാൻ പറയാം അതിൽ വ്യക്തത വരുത്തൂ. ഇന്ത്യ പാകിസ്ഥാനെ നടത്തിയ സൈനിക നടപടിയിൽ അത് ഇന്ത്യ മുസ്ലിങ്ങൾക്കെതിരെ നടത്തിയതാണ് നറേറ്റീവ്. ആരെവിടെ ഉണ്ടാക്കി? കള്ളം പറയാവോ ശ്രീ മാത്യു? അല്ല, കള്ളമൊന്നും ഞാൻ കള്ളമൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം എന്താണ് ഉണ്ടാക്കിയത്. വെള്ളത്തിൽ പൂട്ടുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവോ? ഒറ്റ പ്രതികരണം പറ. അതിന്റെ മുസ്ലിങ്ങൾക്കെതിരെ നറേറ്റീവ് ഉണ്ടാക്കിയ ഒരു CPM നേതാവിന്റെയോ ഒരു കോൺഗ്രസ് നേതാവിന്റെയോ രാജ്യത്തെ ഒരൊറ്റ നേതാവിന്റെ പ്രതികരണം പറ. നിങ്ങളുടെ ഒരു മന്ത്രി പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഒരു മന്ത്രി പറഞ്ഞു നമ്മുടെ സൈനിക വക്താവിനെ അപമാനിച്ചു. നിങ്ങളുടെ ഒരു മന്ത്രി, BJP മന്ത്രി, അതല്ലാതെ ആരും ഒന്നും പറഞ്ഞിട്ടില്ല മര്യാദയോട്. നിങ്ങളുടെ മന്ത്രി ആ മര്യാദയോട് പറഞ്ഞേ രാഹുൽ മാത്യു. ആ ഭീകരതയ്ക്കെതിരെ ഞങ്ങൾ ഇതിനകത്ത് പറയുന്ന ആ ഭീകരതയ്ക്കെതിരെയുള്ള പോരാട്ടം നയിച്ച ഭാരത ഭരണകൂടം, അതിന്റെ പ്രതിനിധിയായിട്ടാണ് മോഹൻ ജോർജ് ഇവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ മുത്തലാഖ് നിരോധന നിയമം പാസാക്കിയ ഭാരത സർക്കാർ, അതിന്റെ പ്രതിനിധിയായിട്ട് ആണ് മോഹൻ ജോർജ് ഇവിടെ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന വഖഫ് ഭേദഗതി നിയമം പാസാക്കിയ കേന്ദ്ര സർക്കാർ, അതിന്റെ പ്രതിനിധിയായിട്ട് പറയുന്നത്. അവിടെ രാഷ്ട്രീയം പറ. ആ വഖഫ് ഭേദഗതി നിയമം പാസാക്കിയപ്പോൾ അതിനെതിരെ കേരള നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കിയവരാണ് ഇന്നിവിടെ പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ രാഷ്ട്രീയം കാണുന്നത്. ആ രാഷ്ട്രീയത്തിൽ BJPയോടൊപ്പം ചിന്തിക്കുന്ന, കേന്ദ്ര സർക്കാരിനോടൊപ്പം ചിന്തിക്കുന്ന ഒരു നല്ലവരായ മനുഷ്യർ അവിടെ, അത് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇന്ന് ആ നിലമ്പൂരിൽ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതാണ് ഞങ്ങൾ അതല്ലാതെ ഓപ്പറേഷൻ സിന്ദൂറിനെ ഇവിടെ ഇന്ത്യ മുസ്ലിംകൾക്കെതിരെ നടത്തിയ അതിക്രമമാണ് എന്ന് ആര് നറേറ്റീവ് ഉണ്ടാക്കുന്നത്? കള്ളം പറയല്ലേ രാഹുൽ മാത്യു? അത് കള്ളമാണ്. അതങ്ങ് തിരുത്തു. അങ്ങ് തിരുത്തു. അത് കള്ളമാണെന്ന് പറഞ്ഞത്. അങ്ങ് പറയുന്നത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യമാണെന്ന് പറഞ്ഞത്. നിലമ്പൂർ വരെയുള്ള റെയിൽവേ, ആ റെയിൽവേ അത് ഡബിൾ ലൈൻ ആക്കണം. ആ റെയിൽവേ കൽപ്പറ്റ വഴി അങ്ങ് നഞ്ചങ്കോടിന് പോകണം. ആ രാഷ്ട്രീയം പറ. അത് വരണമെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ടാകും. അതിന്റെ ഒരു തുടക്കമാകണം മോഹൻ ജോർജിന്റെ വിജയം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് വരുമ്പോഴത്തേന് ചെറിയ ഒരാൾ പറഞ്ഞു ഒരു കാര്യം ഇവിടെ പറയുന്നു, മറ്റൊരാൾ പറഞ്ഞു ഒരു കാര്യം ഇവിടെ പറയുന്നു. അതല്ല രാഷ്ട്രീയം. വികസന രാഷ്ട്രീയമാണ്. എന്തായാലും അങ്ങയുടെ സ്ഥാനാർത്ഥി മലപ്പുറത്ത് ജീവിച്ചു വളർന്ന ആളായതുകൊണ്ട് അവിടെ പോയി പറയുന്ന മലപ്പുറം എന്താ മഹാപ്രശ്നമുള്ള സ്ഥലമാണെന്ന് വെള്ളാപ്പള്ളിയുടെ ഡയലോഗ് അവിടെ പോയി അടിച്ചാൽ അങ്ങയുടെ സ്ഥാനാർത്ഥിനെ തിരുത്തും. ശ്രീമാൻ വെള്ളാപ്പള്ളി, അങ്ങനെയല്ല കാര്യങ്ങൾ, ഞാൻ ജനിച്ചു വളർന്ന മണ്ണിതാണ്, എൻ്റെ മണ്ണ് സ്നേഹമുള്ള മണ്ണാണെന്ന് അങ്ങയുടെ സ്ഥാനാർത്ഥിനെ തിരുത്തും. നല്ല കാര്യമാണത്. ഞാൻ തിരികത്തും ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും മതിയായ സമയത്ത് സംസാരിച്ചതാണ്. ഇനി 2 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ശ്രീ KL കുമാർ, ഒറ്റ മിനിറ്റിൽ മറുപടി. കൃത്യമായിട്ട് പറയാം. എന്തായാലും മലപ്പുറം ജില്ലയിൽ ഒരു മന്ത്രി ഉണ്ടായിരുന്നു, വിദ്യാഭ്യാസ മന്ത്രി. ഓണപ്പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നു. അതുകൊണ്ട് ക്രിസ്തുമസ് പരീക്ഷയ്ക്ക് ആ സമയത്ത് ഓണപ്പരീക്ഷ നടത്താമെന്ന് പറഞ്ഞൊരു മന്ത്രി. സ്കൂൾ തുറന്നപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തഴിഞ്ഞു കൊടുത്ത പുസ്തകത്തിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് പഠിച്ചോളാൻ പറഞ്ഞൊരു മന്ത്രി. ഏത് പാർട്ടിയുടെ ആണെന്ന് ഞാൻ പറയണോ? അവിടുന്ന് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൽ ഇവിടുത്തെ മാറ്റം എത്രയാണ്? നിങ്ങൾ ഏകജാലക സംവിധാനം വരുമ്പോൾ അതിൻ്റെ ഭാഗമായി 2-3 അലോട്ട്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വന്ന കാര്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കുന്നു മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും അഡ്മിഷൻ നിഷേധിക്കാനാണോ? കഴിഞ്ഞ വർഷം ആർക്കെങ്കിലും കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ ബാക്കിയുണ്ടോ?
ആവശ്യത്തിന് അഡീഷണൽ ബാച്ചുകൾ അനുവദിച്ചില്ലേ? ഈ കേരളത്തിലെ സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസം ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ കൊണ്ടുവന്നതിന് രാജ്യാന്തര പ്രശസ്തി നേടി നിൽക്കുമ്പോഴാണ് മുസ്ലിം ലീഗുകാർ ഞങ്ങളുടെ കാലത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. നന്നായി. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നാൽ നിങ്ങളുടെ കാലം ഓർക്കും. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. 2016 സെപ്റ്റംബർ മാസത്തിൽ 14,800 രൂപ അക്കൗണ്ടിൽ വാങ്ങിയവരുടെ പട്ടിക ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് ഹാഷ്മിക്ക് ഇട്ട് തന്നിട്ടുണ്ട്. ഈ ചക്രം എത്ര കോടി കൊടുത്തു LDF എന്നറിയാമോ നിങ്ങൾക്ക്? 75,000 കോടിയിലേറെ ഇപ്പോൾ കൊടുത്തു. ഉമ്മൻചാണ്ടി സർക്കാർ 5 കൊല്ലം കൊണ്ട് എന്നാ കൊടുത്തു വല്ല കണക്ക് നിങ്ങൾക്കുണ്ടോ? 5 കൊല്ലം കൊണ്ട് 5,000 കോടി മാത്രം. 9 കൊല്ലം കൊണ്ട് നമുക്ക് വരും ദിവസം ചർച്ച ചെയ്യാം. തുകയുടെ താരതമ്യം മതി. ശരി നവാസ് ഒറ്റ മിനിറ്റ്. ഹാഷ്മി, രണ്ട് കാര്യം. ഒന്ന്, ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച കാര്യം എന്താണെന്ന് പോലും ശ്രീ അനിൽകുമാറിന് മനസ്സിലായിട്ടില്ല. ഞാൻ അദ്ദേഹത്തോട് നല്ല നമസ്കാരം പറയാണ്. സാർ, അലോട്ട്മെന്റ് ഓൺലൈൻ ആക്കിയതല്ലല്ലോ പ്രശ്നം. ഈ ജില്ലയിൽ 1 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പുറത്താണ്. മലബാറിനകത്ത് ഈ ജില്ലക്കകത്ത് 1/4 ലക്ഷത്തോളം കുട്ടികൾ പുറത്താണ്. ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകാൻ അലോട്ട്മെന്റ് ലിസ്റ്റ് റെഡിയാക്കുകയല്ല വേണ്ടത്. ഇവിടെ ക്ലാസും ബാച്ചും സീറ്റും അനുവദിച്ചു കൊടുക്കുക വേണ്ടത്. അല്ലാതെ അലോട്ട്മെന്റ് സിസ്റ്റത്തിലെ പ്രശ്നം പരിഹരിച്ചാൽ ഇവിടെ സീറ്റ് വർധനമുണ്ടാവോ? എന്താ അങ്ങ് പറയുന്നത് മനസ്സിലാകുന്നില്ല. മറ്റൊന്ന്, ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് കേന്ദ്ര സർക്കാർ, നേരത്തെ അദ്ദേഹം പറഞ്ഞ കേന്ദ്ര സർക്കാർ ഞങ്ങൾക്കൊന്നും നൽകിയില്ല, അതുകൊണ്ട് അതിന്റെ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ ചെയ്യാണ്, വിദ്യാഭ്യാസ വകുപ്പ് വലിയ ശമ്പമാക്കുകയാണെന്നാണ്. അപ്പൊ അങ്ങ് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടോ 2016 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഞങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി, ആ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ ഡ്രോപ്പ് ഔട്ട് റേഷ്യോയേക്കാൾ 1.5% കൂടുതലാണ് നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി. സമയം കഴിയും. എന്തായാലും നമുക്ക് വരും ദിവസം ഇരിക്കേണ്ടി വരും. CPK നവാസ്, KL കുമാർ, നോബിൾ മാത്യു. സമയം കഴിയാൻ ക്ഷമിക്കണം. എന്തായാലും വരും ദിവസം നമ്മൾ ഇതൊക്കെ തന്നെ പിന്നെയും ചർച്ച ചെയ്യേണ്ടി വരും. അവിടെ നിലമ്പൂർ രാഷ്ട്രീയം കൊടുമ്പിരി കൊണ്ട് കത്തി കയറുകയാണ്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇനി പ്രൈം ടൈം വിത്ത് SKN കാണാം. ഗുഡ് നൈറ്റ്.